وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചിരുന്ന് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും പ്രഥമമായും പ്രബോധനം ചെയ്ത തൗഹീദ് എത്ര പറഞ്ഞാലും മതിവരാത്ത ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെ വഴിമാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് വിശ്വാസ മേഖല. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് മനുഷ്യകുലത്തിൽ എവിടെയെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചുവോ അവിടെയെല്ലാം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു. ആ പ്രവാചകന്മാർ അഖിലവും പ്രധാനമായി പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശമാണ്. ഒന്നാമത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കി. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നൂഹ് അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചു ജനതയിലേക്ക്. അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവൻ അല്ലാത്തൊരു ആരാധ്യം നിങ്ങൾക്കില്ല എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തുന്നു. ശേഷം വന്ന അമ്പിയാക്കളെ ആവർത്തിച്ച്
പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിൽ വിശദീകരിച്ചപ്പോൾ ഇതേ പദപ്രയോഗം നമുക്കവിടെ പലതവണ ആവർത്തിച്ചതായി കാണാം. ഉദാഹരണമായി وَإِلَىٰ عَادٍ أَخَاهُمْ هُودًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُم مِّنْ إِلَٰهٍ غَيْرُهُ. ആദിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞ വാക്കും ഇതേ വചനമാണ്. യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. വഇലാ സമൂദ അഖാഹും സ്വാലിഹാ ഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സമൂദിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പ്രഖ്യാപനം അത് തന്നെയാണ്. ശേഷം പറഞ്ഞു വഇലാ മദിയന അഖാഹും ശുഐബാ ഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ. മാത്രം ആരാധിക്കുക, മറ്റൊരു ആരാധ്യനില്ല. മൊത്തത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തി വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ലോകത്ത് വന്ന ഏതൊക്കെ അമ്പിയാക്കളുണ്ടോ, ഏതെല്ലാം റസൂലുമാരുണ്ടോ, അവർക്കെല്ലാം അല്ലാഹു നൽകിയ വഹ്യ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ഞാനല്ലാതെ ഇലാഹില്ല, അതിനാൽ എന്നെ മാത്രം ആരാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അഫ്ളു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന പ്രഖ്യാപനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ കാലങ്ങളിലും പലവിധ ന്യായങ്ങളും പറഞ്ഞ് റഹ്മാനല്ലാത്ത മറ്റു പടപ്പുകളിലേക്ക് ആരാധനകൾ, വിശിഷ്യ പ്രാർത്ഥനകൾ, സഹായാത്രകൾ വഴിമാറിപ്പോകുന്ന സാഹചര്യമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഔലിയായിനെ, മലക്കുകളെ, ജിന്നുകളെ, പിശാചുക്കളെ, കല്ലുകളെ, മരങ്ങളെ എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായമർപ്പിക്കുന്ന, ആരാധിക്കുന്ന സാഹചര്യം മനുഷ്യകുലത്തിൽ എല്ലാ കാലത്തും ആവർത്തിച്ചു വന്നതായി നമുക്ക് കാണാൻ കഴിയും. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനത തുടങ്ങിയ സ്വാലിഹീങ്ങളായ ആളുകളെ ആ ന്യായം പറഞ്ഞ് വിളിച്ചു തേടിയെങ്കിൽ അവർ ഇങ്ങോട്ട് മാറി വന്ന തലമുറകളൊക്കെയും ആ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി നിയോഗിക്കപ്പെട്ട കാലത്ത് അവർക്ക് ഇന്നതിനെ ആരാധിക്കുക എന്നോ ഇന്നവരോട് പ്രാർത്ഥിക്കുക എന്നോ പ്രത്യേകിച്ചൊരു ഗോത്രമില്ലാത്ത വിധം കണ്ണിൽ കാണുന്ന ഏതിനെയും വിളിച്ചു തേടുന്ന, കല്ലുകളെ പൂജിക്കുന്ന, മരങ്ങളെ പൂജിക്കുന്ന, ജിന്നുകളെ ആരാധിക്കുന്ന, മലക്കുകളെ ആരാധിക്കുന്ന, ജിന്നുകളോട് സഹായം തേടുന്ന, ശരണം തേടുന്ന സാഹചര്യമാണ് അവർക്കുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തിലൂടെ അതിന്റെ പൊള്ളത്തരം വരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ആ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ കൂട്ടത്തിൽ പ്രധാനമായും അല്ലാഹു തആല അവരെ ഓർമ്മിപ്പിച്ച ഒന്ന്, റഹ്മാനായ റബ്ബിനെ പുറമെ ആരോട് തേടിയാലും ശരി മാ യംലികൂന മിൻ ഖിത്മീർ എന്ന വചനവും സമാനമായ വചനങ്ങളുമാണ്. അവർക്കൊന്നും യാതൊന്നും കഴിയില്ല, ഒരു ഉടമാവകാശവുമില്ല. അവരുടെ 13-14 ആയത്തുകളിലാണ്. 35-ാമത്തെ സൂറത്തായ സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്തുകൾ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചു. അവിടെ അല്ലാഹു തആല വ്യക്തമാക്കിയത് വല്ലദീന തദ്ഊന മിൻ ദൂനി, റഹ്മാനായ റബ്ബിനെ പുറമെ നിങ്ങൾ ആരോട് തേടിയാലും ശരി, ആരോട് പ്രാർത്ഥിച്ചാലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല അവർ. കാരക്കക്കുരുവിന്റെ മീതെ കാണുന്ന വെളുത്ത നിസ്സാരമായ ഒരു പാട, ആ പാട പോലും ലാത്ത ഉടമയാക്കുന്നില്ല, ആ പാട പോലും ഉസ്സ ഉടമയാക്കുന്നില്ല, ആ പാട പോലും ജിന്നും മലക്കും ഉടമയാക്കുന്നില്ല, ആ പാട പോലും നബിയും വലിയും
ഉടമയാക്കുന്നില്ല. റഹ്മാനായ റബ്ബിന് മാത്രമാണ് ആ ഉടമാവകാശം. എത്ര സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു. നബിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുല്ലാ അംലികു നഫ്സി വല്ലാ വലാ നഫഅ വലാ ദർറ. എന്റെ സുന്നത്തിന് പോലും ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമയാക്കുന്നില്ല എന്ന് പറയൂ പ്രവാചകരെ എന്ന് ഖുർആൻ ആജ്ഞാപിച്ചു. സൂറത്തു അറാഫിൽ ആവർത്തിച്ചു പറഞ്ഞു, റഹ്മാനായ റബ്ബിനെ പുറമെ ആരോട് തേടിയാലും ശരി, ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. സൂറത്തുൽ അഅ്റാഫ്. ലാ യസ്തതിഊന നസ്റകും, അവർക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവർ അവരെ തന്നെയും സഹായിക്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. റഹ്മാനായ റബ്ബിനെ പുറമെ വിളിച്ചു തേടപ്പെടുന്ന ആരെക്കുറിച്ചും പറയാവുന്ന പൊതു നിയമമായി അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് മാ യംലികൂന മിൻ ഖിത്മീർ. കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അവർ വിളിച്ചു തേടുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഒന്ന് ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ മഹാന്മാരായ ജീവിച്ചു മരിച്ചു പോയ ആളുകൾ. ഈ ലാത്തയെ കുറിച്ച് ഖുർആനിന്റെ പ്രഖ്യാപനം കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കാത്തവനാണ് ലാത്ത. എന്നാൽ നമുക്കറിയാമല്ലോ, ലാത്തക്കൊരു പക്ഷെ ജീവിതകാലത്ത് പല സമ്പത്തും ഉണ്ടായേക്കാം. ഈത്തപ്പന തോട്ടങ്ങൾ തന്നെ ലാത്തക്ക് സ്വന്തമായി ഉണ്ടായേക്കാം. എന്നിട്ടും അബൂജഹൽ ചോദിച്ചില്ല, എന്താ മുഹമ്മദ് ഇപ്പറയുന്നത്, ലാത്തക്ക് ഈത്തപ്പനക്കുരുവിന്റെ പാടയില്ല എന്നോ, ഈ കാണുന്ന ഈത്തപ്പന തോട്ടങ്ങൾ മുഴുവനും ലാത്തയുടേതാണെന്ന് എനിക്കറിയില്ല എന്ന് അബൂജഹൽ ചോദിച്ചിട്ടില്ല. ഇന്ന് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധ്യരായി കാണുന്ന, മനുഷ്യദൈവങ്ങളായി രംഗത്ത് വരുന്ന മാതാപിതാന്നമ്മയോ സായിബാബയോ അടക്കമുള്ള ആളുകളോട് വിളിച്ചു ോടും പാട പോലും. അപ്പൊ എന്താണ് ഈ ഉടമഹാസം? പ്രവാചകന്മാർക്ക് പലതരം അവകാശികൾ ഉണ്ടായിട്ട് സുലൈമാൻ നബി അലൈഹി വസല്ലം മൊത്തത്തിൽ അടക്കി വച്ച രാജാവായിരുന്നു. ആ സുലൈമാൻ നബിയോട് ദുആ ചെയ്താൽ അയാളുടെ ഓതാനുള്ള ആയത്തേതാ? മാ യംലികൂന മിൻ ഖിത്മീർ. കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പൊ എന്താണ് ഈ ഉടമാവകാശം? റഹ്മാനായ റബ്ബിന് മാത്രമെന്ന് പഠിപ്പിക്കപ്പെട്ട ഉടമാവകാശമുണ്ട്. ആ ഉടമാവകാശം കാരക്കക്കുരുവിന്റെ പാട പോലും ഒരു സൃഷ്ടിക്കുന്നില്ല. ആ ഉടമാവകാശത്തെയാണ്, ആ അധികാരത്തെയാണ്, ആ കഴിവിനെയാണ്, ആ കാഴ്ചയെയും കേൾവിയെയും ഒക്കെയാണ് ഇത്രയും കാലം മലയാള ഭാഷയിൽ അഭൗതികമായ കഴിവുകൾ എന്ന അർത്ഥത്തിൽ നാം പരിചയപ്പെടുത്തിയത്. കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാഴ്ചയും കേൾവിയും ശക്തിയും ഉടമാവകാശവും അധികാരവും അത് റഹ്മാനായ റബ്ബിന് മാത്രം. അതിൽ കാരക്കക്കുരുവിന്റെ പാട പോലും ഒരു പടപ്പിനും ഇല്ല. ഉണ്ട് എന്ന് എവിടെ വിശ്വസിക്കുന്നുവോ അവിടെ ആരാധന അവരിലേക്ക് വഴിമാറിപ്പോകും. അതുകൊണ്ടാണ് ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് അല്ലാഹു തആല ഊന്നിപ്പറഞ്ഞത് അവരാരും ഒന്നും ഉടമയാക്കുന്നില്ല, അതുകൊണ്ട് തേടിയിട്ട് കാര്യമില്ല. ഉടമയാക്കുന്നില്ല എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തേട്ടം ഇല്ലാതായിക്കൊള്ളും. അവർക്ക് എന്തോ കഴിവുണ്ട് എന്ന് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ അവരോടുള്ള മനോഭാവം മാറും. അതുകൊണ്ടാണ് സിദ്ധന്മാരെ രംഗത്ത് വരുന്ന ആളുകളെ പിന്നാലെ ആളുകൂടുന്നത്. എന്തോ ചില അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ ഇവർക്ക് ചില സവിശേഷ സിദ്ധിയുണ്ട്, ചില അഭൗതികമായ കഴിവുണ്ട് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും അതിൽ ആരാധനാ മനോഭാവമായി അവരെ പിന്നാലെ കൂടാൻ പ്രേരിതമാവുകയും ചെയ്യുന്നു. അവിടെ ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കി, വല്ലദീന തദ്ഊന മിൻ ദൂനി, റഹ്മാനായ റബ്ബിനെ പുറമെ ആരോട് ദുആ ചെയ്താലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ,
ഇത് വിശദീകരിച്ച മുഫസ്സിറുകൾ ഇമാം ഖുത്ബിയെ പോലെ പറഞ്ഞു, ഈ പറഞ്ഞത് എല്ലാ ആരാധ്യർക്കും ബാധകമാണ്, വിഗ്രഹങ്ങൾക്ക് ബാധകമാണ് ഇത്. മാത്രമല്ല ഈ പറയപ്പെട്ട എന്ന സിഫത്ത് ആക്തിരീങ്ങളായ മഅ്ബൂദീങ്ങളിലേക്ക്, ജീവനുള്ള ബുദ്ധിയുള്ള ആരാധ്യരിലേക്കും ഇത് ബാധകമാണ്. കൽമലായികത്തി, മലക്കുകളെ പോലെ, വൽ അംബിയാഇ, പ്രവാചകരെ പോലെ, വൽ ജിന്നി, ജിന്നുകളെ പോലെ, വശയാത്തീൻ, പിശാചുക്കളെ പോലെ അവർക്കെല്ലാം ഇത് ബാധകമാണ്. അവരാരും മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കുരുവിന്റെ പാടപോലും ലോകത്തിൽ ജിന്നിനുമില്ല, ഒരു ശൈത്താനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല, ഒരു മലക്കനുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല, റഹ്മാനായ റബ്ബിനു മാത്രം. അതുകൊണ്ട് തേട്ടങ്ങൾ പൂർണ്ണമായും റബ്ബിനോട്. ഈ ഒരു അർത്ഥത്തിൽ റബ്ബല്ലാത്തവർക്ക് ഒരു കഴിവ് വകവെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ശിർക്ക് സംഭവിച്ചു, തേടേണ്ട കാര്യമില്ല. അള്ളാഹു കാണും പോലെ കാണുമെന്ന് ഒരു സൃഷ്ടിയെക്കുറിച്ച് എപ്പോ വിശ്വസിക്കുന്നുവോ ആ വിശ്വാസം ശിർക്ക. തേടിയാലും തേടിയില്ലെങ്കിലും, തേടിയാൽ അതും ശിർക്ക്. അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്ന്, അള്ളാഹു അറിയും പോലെ അറിയുമെന്ന്, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കുമെന്ന് ആരെക്കുറിച്ച് ആര് വിശ്വസിച്ചുവോ അത് ശിർക്കായി. CM റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ എഴുതി വിട്ടു, CM സ്മരണയിൽ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. CM സ്മരണയിൽ സയ്യിദ് അമയത്ത് കുഞ്ഞസീരിക്കോയ തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി വെച്ചു. നമ്മൾ പഠിപ്പിച്ചത് ശിർക്കാണ്. കാരണം അള്ളാഹു കാണും പോലെ കാണുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ആ വിശ്വാസം നമ്മുടെ നാട്ടിൽ സമസ്തക്കാർക്കുണ്ട്. അതുകൊണ്ട് അവർ CM അടക്കമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നു. ഈ ആവശ്യങ്ങൾ കേൾക്കാനും ഇതറിയാനും എന്നെ കാണാനും അവർ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസം ശിർക്കാണെന്ന് നാം വിശദീകരിക്കുന്നു. ആ ഒരു അർത്ഥത്തിലെ സഹായാർത്ഥന റഹ്മാനായ റബ്ബിനോട് മാത്രമെന്ന് ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കി. അതാണല്ലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഏത് വിഷയത്തിലാണ് ഈ സഹായം? ഏത് വിഷയത്തിലും. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തി, വ ഇയ്യാക നസ്തഈൻ ഐ ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രം സഹായം തേടുന്നു, ചോദിക്കുന്നു. എന്നാൽ നമ്മൾ തമ്മിൽ പല സഹായം ചോദിക്കുന്നു. എങ്കിൽ പിന്നെ എങ്ങനെ ഫിൽ ഉമൂരി കുല്ലിഹ എന്ന് പറയും? എല്ലാ വിഷയത്തിലും നിന്നോട് മാത്രം എങ്ങനെ പറയും? പറയാൻ പറ്റും. ഏത് വിഷയത്തിലും അല്ലാഹു തആല ഫാത്തിഹ സൂറയിൽ പഠിപ്പിച്ച സഹായാർത്ഥന ഏതോ ആ സഹായാർത്ഥന ഏത് കാര്യത്തിലും റബ്ബിനോട് മാത്രം. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും റബ്ബിനോട് ചോദിക്കുക എന്ന് പഠിപ്പിക്കപ്പെട്ടത് ആ ഒരു അർത്ഥത്തിലാണ്. ചെരുപ്പിന്റെ വാറ് പൊട്ടിയ രണ്ട് ചോദ്യമുണ്ട്. ചെരുപ്പ് കുത്തിയെ പോയി കണ്ട് ഒന്ന് ശരിയാക്കിക്കുന്നത് ചോദിക്കാം, അതൊരു ചോദ്യമാണ്, സഹായം ആവശ്യപ്പെടില്ല. റഹ്മാനായ റബ്ബിനോട് അവിടെ ചോദ്യമുണ്ട്. ചെരുപ്പ് കുത്തിയോ ചോദ്യം റബ്ബിനോട് ചോദിച്ചാൽ റബ്ബിനെ പരിഹസിക്കലായി. റബ്ബിനോടുള്ള ചോദ്യം ചെരുപ്പ് കുത്തിയോട് ചോദിച്ചാൽ അവനെ ആരാധിക്കലായി. എന്താ വ്യത്യാസം? ചെരുപ്പ് കുത്തിയോട് ചെരുപ്പ് ശരിയാക്കി തരാൻ പറയുമ്പോ സൂര്യൻ മുഴുവൻ തുന്നിക്കൂട്ടി ശരിയാക്കി തരുമെന്ന ഇവന്റെ ധാരണ, ഇവന്റെ വിശ്വാസം. അത് അവനോടേ ചോദിക്കാവൂ. അത് റബ്ബിനോട് ചോദിച്ചാലോ? ചെരുപ്പ് കുത്തി പഠിച്ചതെന്ന് ശരിയാക്കി തന്നെ എന്ന് പറയുമ്പോ അല്ലത് വന്നെന്റെ ചെരുപ്പക്കത്ത് പഠിക്കണം ആൾക്കാരായി. എല്ലാ ചെരുപ്പ് പൊട്ടുമ്പോൾ റബ്ബേ സഹായിക്കണേ എന്ന് തേട്ടം വരുമ്പോൾ ആ തേട്ടത്തിന് അർത്ഥമെന്താ? ഇതുകൊണ്ട് ഇനി മറ്റു ബുദ്ധിമുട്ടും
അല്ലാതെ പെട്ടെന്ന് ശരിയായി എന്റെ കാര്യങ്ങൾ മുടങ്ങാതെ മുമ്പോട്ട് പോകാൻ തൗഫീഖ് വേണം എന്നാണ് ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് ചെരുപ്പ് കുത്തിയോട് ചോദിച്ചാലോ അവനോട് പ്രാർത്ഥിക്കലായി. കാരണം അദൃശ്യ മാർഗത്തിലുള്ള സഹായമാണ് അവിടെ പ്രതീക്ഷിച്ചത്. അദൃശ്യമാർഗത്തെ സഹായം മനുഷ്യനോട് തേടിയാൽ ശിർക്ക് പ്രാർത്ഥന, ജിന്നിനോടായാലും ശിർക്ക്, മലക്കിനോടായാലും ശിർക്ക്, കല്ലിനോടോ മരത്തിനോടോ എന്തിനോട് നിർവഹിച്ചാലും അതിനുള്ള പ്രാർത്ഥന അത് ശിർക്കായി മാറി. പക്ഷെ പല ആളുകളും മനസ്സിലാക്കിയത് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത് മനുഷ്യന്മാർക്ക് ബാധകല്ല എന്നാണ്. നെഞ്ചോട് ചേർത്ത് വെക്കുക നമ്മുടെ തൗഹീദിനെ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ വലിയ ചില മനുഷ്യന്മാർ ഇറക്കിയ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ പരാമർശിച്ചത് അല്ലാഹുവിന്റെ ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, അല്ലാഹുവേ നിന്നോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുകയും ചെയ്യുന്നത് എന്ന്. ഈ ഇസ്തിആനത്ത് അല്ലാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. ഇത് ശ്രദ്ധിക്കുക. അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന്, അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യനെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. നഊദുബില്ലാ. അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്തിൽ നിന്ന് ദൃശ്യലോകത്തുള്ള മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ മനുഷ്യനോട് എന്ത് ചെയ്യാം? ആ ഇസ്തിആനത്ത് പറ്റും എന്നാണ് ചില അക്ബർമാർ എഴുതിവിട്ടത്. എന്താണ് എഴുതിയത്? ജിന്ന് അദൃശ്യലോകത്താണ്, അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ ശിർക്ക്. മനുഷ്യൻ ദൃശ്യലോകത്താണ്, അവരോട് ചോദിച്ചാൽ ശിർക്കല്ല. തെളിവെന്താ? ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് ദൃശ്യലോകത്തുള്ള മനുഷ്യരെ ഒഴിവാക്കി. അപ്പൊ ഇതിനർത്ഥം എന്താ? ഇനിയിപ്പോ ഇയ്യാക നസ്തഈൻ മാത്രം എന്ന അർത്ഥം വെക്കണ്ടെന്നല്ലേ? എന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലാഹുവോടുണ്ട്, ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാരോടുമുണ്ട്, അദൃശ്യലോകത്തുള്ള ആരോടില്ല. അപ്പൊ പിന്നെ പണ്ട് സമസ്തക്കാർ പറഞ്ഞ മാത്രം അർത്ഥം വേണ്ട എന്ന് പറഞ്ഞിടത്തേക്ക് എത്തി. ഒന്ന്. മറ്റൊന്ന് ഇയ്യാക നസ്തഈൻ എന്നത് ദൃശ്യലോകത്തുള്ളവരെ മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ അതിനിപ്പുറത്ത് ഇയ്യാക നഅ്ബുദു എന്നുമുണ്ടല്ലോ. അപ്പൊ അതും ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാർക്ക് പറ്റും എന്ന് പറയേണ്ടി വരും. എന്നാൽ നേരെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യനോടാണെങ്കിലും ഈ ഇസ്തിആനത്ത് നടത്തിയ ശിർക്കാണ്. ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത്, ആ സഹായാർത്ഥന നേരെ മുന്നിൽ കാണുന്ന മനുഷ്യനോട് ചോദിച്ചാലും ശിർക്ക്. അതുകൊണ്ടല്ലേ അമൃതാനമയോടുള്ള തേട്ടം ശിർക്കായി മാറുന്നത്. അവര് മനുഷ്യല്ലാഞ്ഞിട്ടാ, ദൃശ്യലോകത്തല്ലാഞ്ഞിട്ടാ, ഹയ്യും ഹാദറുമല്ലാഞ്ഞിട്ടാ. പക്ഷേ അവരുടെ ചോദ്യം അദൃശ്യ മാർഗത്തിലാണ്, അവരുടെ ചോദ്യം അഭൗതിക മാർഗത്തിലാണ്, അവരോടുള്ള ചോദ്യം കാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലാണ്. അതോടുകൂടി അത് ദുആയായി മാറി. ആ ഒരു അർത്ഥത്തിൽ ജിന്നിനോട് ചോദിച്ചാലോ ശിർക്ക് തന്നെ, സംശയമില്ല. ആ ഒരു അർത്ഥത്തിൽ മലക്കിനോട് ചോദിച്ചാലോ ശിർക്ക് തന്നെ, സംശയമില്ല. ആ ഒരു അർത്ഥത്തിൽ കല്ലിനോടോ മരത്തിനോടോ തേടിയാലോ അതും ദുആ തന്നെ, സംശയമില്ല. കല്ലും മരങ്ങളും ദൃശ്യലോകത്തല്ലേ, എന്നാലും ശിർക്കാണ്. അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല ശിർക്കും തൗഹീദും പൂർത്തിയാള മാനദണ്ഡം, മറിച്ച് ഏത് അർത്ഥത്തിൽ ചോദിക്കുന്നു എന്നതാണ്. ചോദ്യം തന്നെ വേണമെന്നില്ല, വിശ്വാസമാണ് ആദ്യം ശിർക്ക് വരിക. ഒരു മനുഷ്യൻ അദൃശ്യമാർഗത്തിൽ എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി. അതുകൊണ്ടാണ് മരിച്ചുപോയ മുഹീദ്ദീൻ ശൈഖും റിഫായി ശൈഖും അടക്കമുള്ളവർ നമ്മളെ കാണുമെന്ന സമസ്തക്കാരന്റെ വിശ്വാസം ശിർക്കാണെന്ന് നാം പറയുന്നത്. കാരണം എന്താ? അവർ കാണണമെങ്കിൽ അദൃശ്യ മാർഗത്തിലേക്ക് കാണാൻ കഴിയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു മരിച്ചുപോയി, ദൃശ്യ ലോകത്തുള്ള ഭൗതിക സംവിധാനങ്ങൾ അവരുടെ അവസാനിച്ചു.
ഇനി മുഹീദ്ദീൻ ശൈഖ് നമ്മളെ കാണണമെങ്കിൽ ഭൗതികമായ കണ്ണില്ല, എന്നാലും കാണും എന്ന് വിശ്വസിക്കണമെങ്കിൽ ഭൗതിക സംവിധാനമില്ലാതെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. അത് റബ്ബിന്റെ വിശേഷണമാണ്. അത് ശൈഖിനെ വകവെച്ചു കൊടുത്തു, അവിടെ ശിർക്ക് വന്നു. മുഹീദ്ദീൻ ശൈഖ് നമ്മളെ കാണുമെന്ന വിശ്വാസം തന്നെ ശിർക്ക്. ആ അർത്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖിനെ ഒരാൾ പേടിക്കുന്നുവെങ്കിൽ ആ പേടി ശിർക്ക്. വിശ്വാസത്തിന്റെ ഗുണം പറഞ്ഞപ്പോൾ അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റഹ്മാനായ റബ്ബിനെ ഗൈബായ നിലയ്ക്ക് പേടിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ആ പേടി അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ. ആ പേടി ജിന്നിനോടോ മലക്കിനോടോ മനുഷ്യനോടോ ശൈത്താനോടോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ശിർക്ക് വന്നു. റബ്ബിനോടുള്ള സ്നേഹം അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ. ആ സ്നേഹം വമിനന്നാസി മൻ യത്തഖിദു മിൻ ദുനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കും പോലെ പങ്കുകാരെ സ്നേഹിക്കുന്നവർ. പങ്കുകാരനാക്കി വെച്ചാൽ പിന്നെ സ്നേഹം വഴിമാറിപ്പോകും. അപ്പോൾ ചുരുക്കത്തിൽ അദൃശ്യമായ വഴിയിൽ നമ്മളെ കാണാനും കേൾക്കാനുമുള്ള കഴിവ് റബ്ബിന് മാത്രമേയുള്ളൂ. എന്നാൽ ജിന്നുകൾ നമ്മളെ കാണുന്നില്ലേ, മലക്കുകൾ നമ്മളെ കാണുന്നില്ലേ? അവർ അദൃശ്യ ലോകത്താണല്ലോ. എന്നാൽ അവർ നമ്മളെ കാണുന്നു എന്നതുകൊണ്ട് അവർക്കുമുണ്ട് അദൃശ്യ കാഴ്ചയും അദൃശ്യ കേൾവിയും എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം അദൃശ്യമായി കാണുന്നവൻ അല്ലാഹു മാത്രം, അദൃശ്യമായി കേൾക്കുന്നവൻ അല്ലാഹു മാത്രം. അഥവാ അഭൗതികമായി കാണുന്നവൻ കേൾക്കുന്നവൻ അല്ലാഹു മാത്രം. അപ്പൊ ജിന്നിന്റെ കാഴ്ചയോ ജിന്നിന്റെ കേൾവിയോ മലക്കിന്റെ കാഴ്ചയോ മലക്കിന്റെ കേൾവിയോ ആപേക്ഷികമായ അദൃശ്യമെന്ന് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ അത് അദൃശ്യമായ കാഴ്ചയും കേൾവിയുമല്ല. അദൃശ്യമായ കാഴ്ചയും കേൾവിയും റബ്ബിന് മാത്രമേയുള്ളൂ. അതൊരു ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. തേടാൻ പോകേണ്ട കാര്യമില്ല. തേടിയാൽ അതും ശിർക്ക്. ആ വിശ്വാസം തന്നെ ശിർക്ക്, തേടിയാൽ ആ തേട്ടവും ശിർക്ക്. അദൃശ്യമായ കഴിവുകളുടെ ഉടമ അല്ലാഹു തആല മാത്രം, വേറൊരു പടപ്പുമില്ല. എന്നാൽ ഇത് മനസ്സിലാക്കുന്നിടത്ത് ചില ആളുകൾക്ക് തെറ്റുപറ്റി. നമ്മുടെ നാടുകളിൽ 10 കൊല്ലം മുമ്പ് അബ്ദുസ്സലാം സുല്ലമിക്കാണ് ഒന്നാമത് അബദ്ധം പറ്റിയത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജിന്നും മലക്കും അദൃശ്യരാണ്, അതിനാൽ അവർ നമ്മെ കാണുമെന്നോ കേൾക്കുമെന്നോ സഹായിക്കുമെന്നോ ഉപദ്രവിച്ചേക്കാമെന്നോ വിശ്വസിക്കാൻ തന്നെ പാടില്ല. വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് സംഭവിച്ചു എന്ന് അയാൾ എഴുതി വിട്ടു. തൗഹീദും നവയാഥാർത്ഥ്യങ്ങളുടെ വ്യതിയാനവും എന്ന പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ പാരഗ്രാഫിൽ 11-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി, മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. അപ്പം മൂപ്പട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സിഹർ ചെയ്യുന്ന സാഹിറിനെ ശൈത്താൻ സഹായിക്കുമെന്നുണ്ടല്ലോ? അയാൾ പറഞ്ഞു, ഇല്ല, സഹായിക്കൂല. ഹദീസിലുണ്ടല്ലോ? അയാൾ പറഞ്ഞു, ആ ഹദീസ് ശരിയല്ല, സ്വീകരിക്കാൻ പറ്റൂല. ബുഖാരിയിലുണ്ടല്ലോ, എന്നാലും സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് അത്തരം ഹദീസുകളെ മുഴുവൻ അദ്ദേഹത്തിന് തള്ളേണ്ടി വന്നത്. ബുഖാരി 60 ഹദീസ് ഞാൻ ദഈഫാക്കി എന്ന് പറയേണ്ടി വന്നത് ഈ അബദ്ധത്തിന്റെ ഫലമായിട്ടാണ്. ഒന്നുകിൽ ഈ ഹദീസൊക്കെ തള്ളണം, എങ്കിൽ മൂപ്പർ തൗഹീദ് ഭദ്രമാകും മൂപ്പർ വീക്ഷണപ്രകാരം. അല്ലെങ്കിൽ തൗഹീദ് ഒഴിവാക്കണം എന്ന ഈ ഹദീസൊക്കെ എടുക്കാം. അപ്പൊ മൂപ്പർ മനസ്സിലാക്കി തൗഹീദ് ഒഴിവാക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ ഹദീസ് ഒഴിവാക്കുക. അങ്ങനെയാണ് സിഹറിന് യാഥാർത്ഥ്യമില്ല, കണ്ണേറിന് യാഥാർത്ഥ്യമില്ല, ജിന്നുബാധയില്ല, ആ വക യാതൊന്നുമില്ല എന്ന് പറയേണ്ടി വന്നത്. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ അയാൾ വീക്ഷണപ്രകാരം അദൃശ്യമായി അവർ ഇവിടെ ഇടപെടണം. അതാവട്ടെ റബ്ബിന് മാത്രമേ കഴിയൂ. അപ്പൊ അതുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, അതോ വിശ്വസിക്കാൻ പാടില്ല. ബദറിൽ മലക്കൾ ഇറങ്ങിയിട്ടില്ല എന്ന് വരെ അദ്ദേഹത്തിന് എഴുതി വെക്കേണ്ടി വന്നു. അതുകൊണ്ട് ബദറിൽ ഇറങ്ങി മലക്കൾ യുദ്ധം ചെയ്തു വന്നാൽ അത് സഹായമാണല്ലോ. അതുവരെ നിഷേധിച്ചു, ഉണ്ടായിട്ടില്ല. അപ്പൊ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, മൂപ്പര് പറഞ്ഞില്ല, അത് അല്ലാഹു തആല മലക്കൾ ഇറക്കുമെന്ന സന്തോഷവാർത്ത നൽകുന്നു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് സന്തോഷവാർത്ത കൊടുത്താണ്, ഇറക്കിയിട്ടില്ല. സന്തോഷവാർത്ത കൊടുത്തു, പക്ഷെ ഇറക്കിയിട്ടില്ല എന്നുവരെ വ്യാഖ്യാനിച്ചൊട്ടിച്ചു. ആ ഒരു അബദ്ധം
10 കൊല്ലം നമ്മൾ തിരുത്തിക്കൊടുത്തെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ അബദ്ധം ഏറ്റെടുത്തു, അവിടേക്ക് തന്നെ തിരിച്ചെത്തി. ഇതെല്ലാം അദൃശ്യനാണെന്ന് പറഞ്ഞു. അതിനാൽ അവരോടുള്ള ഏത് സഹായം ആവശ്യപ്പെടലും ശിർക്കല്ലാത്ത മറ്റൊന്നുമില്ല, ശിർക്കിൽ കുറഞ്ഞത് ഒന്നുമില്ല എന്നവർക്ക് പറയേണ്ടി വന്നു. അവിടെ തൗഹീദും ശിർക്കും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നു. യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ ഏതടിസ്ഥാനത്തിലാണോ തൗഹീദും ശിർക്കും പരിചയപ്പെടുത്തിയത്, ആ രൂപത്തിൽ മനസ്സിലാക്കാതെ പോയപ്പോഴുണ്ടായ അബദ്ധമാണ്, അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിയായ വൈബിയായ കഴിവുള്ളവൻ, അദൃശ്യമായ കഴിവുള്ളവൻ, അബൗദ്ധികമായ കഴിവുള്ളവൻ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുള്ളവൻ റഹ്മാനായ റബ്ബ് മാത്രം. ഒരു പടപ്പുമില്ല. ഏതു പടപ്പിന്റെയും കഴിവുകൾ, ഏതു പടപ്പിന്റെയും കാഴ്ചയും കേൾവിയും, ജിന്നിന്റെ കാഴ്ചയാണെങ്കിലും മലക്കിന്റെ കാഴ്ചയാണെങ്കിലും അവരുടെ കേൾവിയാണെങ്കിലും അവരുടെ മറ്റു കഴിവുകളാണെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥക്കുള്ളിൽ മാത്രം. നമ്മൾ അപേക്ഷിച്ചൊരു പക്ഷേ ആപേക്ഷികമായ അദൃശ്യമെന്നൊക്കെ പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അദൃശ്യമായ കഴിവിന്റെ ഉടമ റബ്ബ് മാത്രമാണ്. അതിനാലാണ് അത്തരം തേട്ടങ്ങൾക്ക് അത് അർഹത റബ്ബിന് മാത്രം എന്ന് പറഞ്ഞത്. അല്ലാത്തവർക്ക് യാതൊരു ഉടമാവകാശവുമില്ല. കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കില്ല എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടത് ആ അർത്ഥത്തിലാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞ് ഈ വിഷയവതരണം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി സംശയ നിവാരണ സമയത്ത് നമുക്ക് വിശദീകരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഈ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ടുന്ന ഇപ്പോഴുണ്ടായ വിവാദങ്ങളിലോ അല്ലാതെയൊക്കെയായി ഇവിഷയമായി നമുക്കുള്ള വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉന്നയിക്കാം. അറിയുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു തരാം. അറിയാത്തതാണെങ്കിൽ അറിയില്ല എന്ന് പറയും. അതിന് യാതൊരു മടിയുമില്ല. അത് പിന്നീട് ഇൻഷാ അല്ലാഹ് അന്വേഷിച്ച് പഠിച്ച് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നുകിൽ മുമ്പിലേക്ക് വന്ന സൗകര്യമാണ്, മൈക്ക് അവിടെ ഉണ്ട്, അവിടെ വന്നാൽ ആ മൈക്ക് ഉപയോഗിച്ച് ചോദിക്കാം. ഇനി വരാൻ പ്രയാസമുണ്ടെങ്കിൽ അവിടെ നിന്നാലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പേര് പറയുക, നാടും പറയുക. ഒന്നല്ല എനിക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. നാട്ടിൽ എവിടെയാണെന്ന് പറയാം, പേരും പറയാം, എന്ന് ചോദിക്കാം. ഇത്രയേ ചോദിക്കാവൂ, ഇത്ര ചോദ്യങ്ങളെ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ എത്ര സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള അനുവാദം ഈ നാട്ടിലെ നിയമങ്ങളിൽ നമുക്കൊരു പക്ഷെ ഉണ്ടാവണം എന്നില്ല. അപ്പൊ കിട്ടാവുന്ന പരമാവധി നമുക്ക് പോകാം. അതിനിടയിൽ പരമാവധി ആളുകൾക്ക് അവസരം കിട്ടണം. അതുകൊണ്ട് അത്യാവശ്യ ചോദ്യം ചോദിക്കുക, മറുപടി കിട്ടി ക്ലിയർ ആയാൽ അടുത്ത ആൾക്ക് കൈമാറുക. ക്ലിയറായിട്ട് ഇതും ചോദിക്കാം, അതിലും ക്ലിയറായില്ലേ പിന്നെയും ചോദിക്കാം, അതിലുമായില്ലേ പിന്നെയും ചോദിക്കാം. ഇത്രയേ ചോദിക്കാവൂ എന്നില്ല. പക്ഷെ പിന്നിൽ ചോദിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കുക. ഒരാൾ മാത്രം മണിക്കൂർ ചോദിച്ച സമയം കഴിഞ്ഞ് മറ്റൊരു കാര്യം ചോദിക്കാൻ പറ്റില്ല എന്നുള്ള ആ രീതി ഉണ്ടാവരുത്. അതോടൊപ്പം പഠിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആയിരിക്കണം ചോദ്യങ്ങളിൽ വരുന്നത്. വെറുതെ സമയം കളയാൻ വേണ്ടി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യരുത് എന്ന് കൂടി സൂചിപ്പിച്ച് ഒന്നാമത്തെ ചോദ്യകർത്താവിനെ സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ 128-ാമത്തെ അവസാനം പറയുന്നത് ശാശ്വതമായ നിലത്തിലേക്ക് പോകുന്നു. അത് ശക്തികളുണ്ടല്ലോ ശാശ്വതമായ നിലത്തിലേക്ക് പോകും. പിന്നെ സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടാണ് സഹോദരന്റെ ചോദ്യം. മാർച്ച് 11-ന് കോഴിച്ചല വെച്ച് നടന്ന സംവാദത്തിന് ശേഷമാണ് ആ ഒരു ആയത്ത് ഈ ഒരു ആശയത്തിൽ ഉപയോഗിച്ചുകൂടാ എന്ന പുതിയ ഒരു നയം നമ്മുടെ നാട്ടിൽ കടന്നു വന്നത്. അതിനു മുമ്പ് ലോകത്ത് പല സ്ഥലത്തും പല പണ്ഡിതന്മാരും ഇതേ ആശയങ്ങൾക്ക് തെളിവായി ആ ഹദീസ് ആ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയും അതിനു മുമ്പ് നടന്ന പല വിശദീകരണ വേദികളിലും ഈ ആയത്ത് തെളിവായി ഉന്നയിക്കപ്പെട്ടിട്ടുമുണ്ട്. അന്നൊന്നും പ്രശ്നം പറയാത്ത ആളുകൾ പിന്നീട് അതിൽ ദുർവ്യാഖ്യാനമെന്ന ഒരു പുതിയ കണ്ടെത്തൽ അവർ നിർവഹിക്കുകയും അത് നാടുനീളെ പ്രചരിപ്പിക്കുകയുമാണ് പിന്നീട് ചെയ്തത്. യഥാർത്ഥത്തിൽ 2012 ജനുവരിയിൽ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുമ്പാകെ ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ഞാനും അനീഫ് കായക്കുടിയുമായിരുന്നു.
ആ പ്രബന്ധത്തിൽ 18ാമത്തെ പേജിൽ അഥവാ അവസാനത്തെ പേജിൽ ജിന്നുകളോടുള്ള സഹായാർത്ഥന ഹറാമാണ് എന്ന ആലുശൈഖിന്റെ അത്തംഹീദ് എന്ന കിതാബിൽ നിന്നുള്ള ഒരു ഭാഗം എടുത്തു കൊടുത്തിട്ടാണ് ആ പ്രബന്ധം അവസാനിപ്പിച്ചത്. അവിടെ പ്രത്യേകം പറഞ്ഞത് ജിന്നുകളുടെ സഹായാർത്ഥന ഹറാമാണ്. കാരണം لأن استمتاع الجني بالإنسي والإنسي بالجني محرم في نصوص الكتاب والسنة. ജിന്നും ഇൻസും തമ്മിലുള്ളതും ഇൻസും ജിന്നും തമ്മിലുള്ളതുമായ ഇസ്തിംതാഉകൾ, പരസ്പര ഉപകാരമെടുക്കലുകൾ ഹറാമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു, ഹദീസും പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്തിആനത്ത് ഹറാമാണ്. എന്നിട്ട് ആലുശൈഖ് ആ കിതാബിൽ ശേഷമുള്ള വിശദീകരണം കൊടുക്കുന്ന തെളിവെന്താ? ഇസ്തിംതാഅ ഹറാമാണെന്ന് ഖുർആൻ പറഞ്ഞു എന്ന് തെളിവ് കൊടുത്തതാ ഈ ഒരു ആയത്താണ്. അത് 2012 ജനുവരി 26 KJE മുമ്പാകെ സമർപ്പിച്ച പ്രബന്ധത്തിൽ അനീസ് ചായക്കൊടിയാണ് എടുത്തു കൊടുത്തത്. ഞാനവിടെ കൊണ്ടുപോയി വായിച്ചവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് 13 മാസം പിന്നിട്ടിട്ടാണ് കോഴിക്കൽ സംവാദം നടക്കുന്നത്. ആ 13 മാസം ഒരാളും അത് ശരിയായില്ല എന്ന് അഭിപ്രായപ്പെട്ടില്ല. സംവാദത്തിന് മുമ്പേ തന്നെ പല മുഖാമുഖങ്ങളിലും ഈ ആയത്ത് തെളിവായി ഉന്നയിച്ചിട്ടുണ്ട്. മുഖാമുഖ വേദികളിൽ ഞാൻ രംഗത്തിറങ്ങിയ 1ാമത്തെ മുഖാമുഖം വേങ്ങര മുഖാമുഖമാണ്. അതിൽ പോലും ഈ തെളിവ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംവാദം കഴിഞ്ഞ് അതിൽ വന്ന ചില ക്ഷീണങ്ങൾ തീർക്കാൻ കണ്ടെത്തിയ ഒരു പ്രചാരണം മാത്രമായിരുന്നു ആയത്ത് വ്യാഖ്യാനിച്ചു എന്നുള്ളത്. ഇനി അതെങ്ങനെ തെളിവാകും എന്നാണ്. ആയത്തിൽ പറഞ്ഞത് എന്താ? പരലോകത്ത് ജിന്നുകളെയും മനുഷ്യരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. അപ്പൊ ജിന്നുകളോട് ചോദിക്കുന്നു, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്. ജിന്ന് സമൂഹമേ, നിങ്ങൾ ധാരാളം മനുഷ്യരെ വഴിപിഴപ്പിച്ചുവല്ലോ. അപ്പോൾ വഖാല ഔലിയാഉഹും മിനൽ ഇൻസി റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗനാ അജലന അല്ലദീ അജ്ജൽത ലനാ. ജികളായി അവർ പറയും, റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി എത്തുകയും ചെയ്തു, ഇപ്പോഴാ മരിച്ച് നിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അള്ളാഹു പറയും, ഖാലന്നാറു മസ്വാക്കും, നിങ്ങളുടെ സങ്കേതം നരകമാണ്, ഖാലിദീന ഫീഹാ, അതിൽ ശാശ്വതരാണ്, ഇല്ലാ മാ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ നിങ്ങളതിൽ ശാശ്വതരാണ് എന്ന് അല്ലാഹു തആല പറയും. ഇതാണ് ഇപ്പൊ ആയത്ത്. ഇതിന് ഒന്ന് ഈ മറുപടി പറയുന്നത് ജിന്നിനെ ഔലിയാക്കളായി സ്വീകരിച്ച ഇൻസുകളാണ്. അവർ ചെയ്ത ഇസ്തിംതാഅ് 100% ശിർക്ക് തന്നെയാണ്. ജിന്നിനെ വലിയായി സ്വീകരിച്ചവർ, വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, ജിന്നിന്റെ ഔലിയാക്കളായ ഇൻസുകൾ. അപ്പൊ ദുനിയാവിലെ ജിന്നിനെ പൂജിച്ച്, ജിന്നിനെ ആരാധിച്ച്, ജിന്നിന്റെ പിന്നാലെ കൂടി ജിന്നിനെ ഔലിയാക്കളായി സ്വീകരിച്ച മനുഷ്യന്മാർ അവരെ പറയും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. അവരോട് പറയും, നിങ്ങളുടെ വാസസ്ഥലം നരകം തന്നെ. പക്ഷെ ഈ ആയത്ത് നമുക്ക് എന്തു മനസ്സിലായി? ജിന്നും ഇൻസും തമ്മിൽ ഒരു ഉപകാരമെടുക്കലുണ്ട് എന്ന് കിട്ടി. ജിന്നും ഇൻസും തമ്മിൽ ഉപകാരമെടുക്കുക എന്ന ഒരു ഏർപ്പാടുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലായി. അത് ഈ ഔലിയാവിന് മാത്രമാണോ അല്ലാത്തവർക്ക്? ഉപകാരോ എന്ന് പറഞ്ഞ പറഞ്ഞ ആൾക്കാരുള്ളൂ.
ഉള്ളത്. കാരണം ശിർക്കിൽ മുഴുകി ജീവിച്ച് ജിന്നിനെ ഔലിയാക്കളായി സ്വീകരിച്ച് നരകത്ത് പോകാൻ കൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് പിന്നെ ഇല്ലാമാ സാറില്ലല്ലോ. മാത്രമല്ല പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടത് അവിടുന്ന് ഇത് പറയുന്നതും. പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ട് വിചാരണ ചെയ്യുന്ന സമയത്താണ് ഇത് പറയുന്നതും. അപ്പൊ പിന്നെ എന്തിന് ഇല്ലാമാ അല്ലാഹ് പറഞ്ഞു? പലതരം വ്യാഖ്യാനങ്ങൾ തഫ്സീറിൽ കാണാം. ചിലർ പറഞ്ഞു ഇവരെ കുറിച്ച് തന്നെയാണ്. പക്ഷെ ആ ഇല്ലാമാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖബറിലെ കാലഘട്ടവും നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടവും ഒക്കെയാണ് എന്ന് വ്യാഖ്യാനിച്ചവർ ഉണ്ട്. ആ വ്യാഖ്യാനത്തെ ഗണ്ണിച്ച മുഫസ്സിറുകളും ഉണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ അത് എല്ലാവർക്കും പറയാലോ. ഓലെ പറ്റി മാത്രമല്ല, ഏത് കൊടിയ മുസ്ലിക്കിനെയും കാഫിറിനെയും കുറിച്ച് എന്ത് പറയാം? നരകത്തിലാന്ന് പറഞ്ഞിട്ട് ഇല്ലാമാ അല്ലാഹ് പറയാം. ഒരു ഖബർ കിടക്കുന്ന കാലം അല്ലാത്ത കാലം എന്നൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ അവിടെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ വ്യാഖ്യാനം ഇല്ലാമാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഔലിയായുടെ കൂട്ടത്തിൽ അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറയാൻ വകുപ്പില്ല. കാരണം അവർ ശിർക്ക് ചെയ്തതാണ്. ശിർക്ക് ചെയ്തത് സ്വർഗം ഹറാമാണ്, നരകമാണ് വാസസ്ഥലം. അപ്പൊ ഈ ഔലിയ അല്ലാത്തവർക്കും ലഭിക്കുന്ന ഇസ്തിംതാകളുണ്ട്. ഇങ്ങനെ വലിയായി സ്വീകരിച്ചവർക്ക് അല്ലാതെയും കിട്ടുന്ന പരസ്പര ഉപകാരങ്ങളുണ്ട്. അത് ശിർക്കായ വഴിക്ക്, ഹറാമായ വഴിക്ക്, കുഫറിന്റെ വഴിക്ക്, ബിദ്അത്തിന്റെ വഴിക്ക്, പല വഴിക്കും ഇസ്തിംതാ നടക്കുന്നുണ്ട്. പലതരം ഉപകാരമെടുക്കലുണ്ട്. അതുകൊണ്ട് ഇല്ലാ മൻ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അത് ആരാണ്? ഈമാൻ, ഈമാന്റെ ആളുകളെയാണ് ഈ ഒഴിവാക്കി പറഞ്ഞത്. അല്ലെങ്കിൽ അഹ്ലു തൗഹീദി, തൗഹീദിന്റെ ആളുകളെയാണ് ഈ ഒഴിവാക്കി പറഞ്ഞത് എന്നൊക്കെ തഫ്സീറിൽ കാണാൻ സാധിക്കുന്നു. അപ്പൊ തൗഹീദിന്റെ ആളുകളും ഈമാന്റെ അഹ്ലുകാർക്കും വരെ കിട്ടുന്ന ചില ഇസ്തിംതാകളുണ്ട്. അത് നരകം ശാശ്വതമാക്കുന്നതല്ല. അവരെ പറ്റിയാണ് ഇല്ലാമാ അല്ലാഹ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ഇസ്തിംതായ ശിർക്കായതുമുണ്ട്, ശിർക്കല്ലാത്തതുമുണ്ട് എന്ന് കിട്ടി. ശിർക്കാകുന്നില്ല എന്നല്ല, ശിർക്കായതുമുണ്ട്, മഹാഭൂരിപക്ഷവും ശിർക്കായത് തന്നെ. എന്നാൽ ശിർക്കല്ലാത്ത ഇസ്തിംതാഉമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇല്ലാമാ അല്ലാഹ് പറയേണ്ടി വന്നത് എന്നാണ് അതിൽ നിന്ന് മുഫസ്സിറുകൾ മനസ്സിലാക്കിയത്. ആ ഒരു അർത്ഥത്തിലാണ് കോഴിക്കോട് സംവാദത്തിലും അതിനു മുമ്പ് നടന്ന മുഖാമുകളിലുമൊക്കെ ഈ ആയത്ത് ഞാനടക്കമുള്ളവർ തെളിവായി ഉന്നയിച്ചത്. പക്ഷെ സംവാദം കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയ വിചിന്തനം 2013 മാർച്ച് 22 വിചിന്തനം, അതിലാണ് ഫസ്റ്റ് ഇത് വന്നത്. കോഴിച്ച സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ വ്യാഖ്യാനം എന്ന് പറഞ്ഞ ഒരു ലേഖനം വന്നു. ഇതിന് ഒന്നാമത്തെ പാരഗ്രാഫ് എന്താ? കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാരും അബ്ദുൽ നാസർ സുല്ലമയും തമ്മിൽ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല, വസീയത്ത് ശിർക്ക് മാത്രമേ ആവുകയുള്ളൂ എന്നും വസീയത്ത് ശിർക്കല്ല ശരിയായ ശിർക്ക് തന്നെയാണ് എന്നുമുള്ള വിഷയത്തിൽ നടന്ന സംവാദം എന്നാണ്. അതെന്താ വിഷയം അട്ടിമറിച്ചു. എന്റെ വാദം രേഖപ്പെടുത്തി ഇതിലെന്താ? ശിർക്കല്ല, വസീയത്ത് ശിർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വാദിച്ചു. വാദിച്ചതോ സംവാദം കേട്ടവർക്കറിയാം. ചോദ്യം എന്തായിരുന്നു? ശിർക്കല്ലാത്ത എന്ത് തെളിവുണ്ടോന്നാ. ഞാൻ ആയത്തോതാം. ശിർക്കായതിന് ആയത്തോടേണ്ട ആവശ്യമില്ല, എന്നാലും ഓതാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് നേരത്തെ ഓടി വെച്ച ഫാത്തിഹ ആയത്ത് പറഞ്ഞു. മറ്റൊന്ന് ഹഖാഫിലെ ഒമൻ അള്ളാഹു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി എന്ന ആയത്ത് പറഞ്ഞു. ഈ രണ്ടായത്തും ശിർക്കായതിനുള്ള തെളിവാണ്. ഇനി ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതും ഒന്നിച്ചു പറഞ്ഞ ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തിനെ ഓതിയത്. ശിർക്കാവൂല എന്ന് പറയാനില്ല. ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതും രണ്ടും ഒന്നിച്ച് ഈ ആയത്തിൽ പരാമർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് ഓതിയത്. പക്ഷെ അത് അട്ടിമറിച്ചിട്ട് ശിർക്കല്ല, വസീയത്ത് ശിർക്ക് മാത്രമേ ആകൂ എന്ന് വാദിച്ചു എന്നാണ് വിചിന്തനത്തിന് ലേഖകന്റെ പേര് പോലുമില്ലാതെ അച്ചടിച്ചു വിട്ടത്. ഇനി ഇതേ ആയത്ത് വെച്ചിട്ട് പല പണ്ഡിതന്മാരും ഇങ്ങനെ തെളിവാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആലു ശൈഖ് റഹിമുള്ള അദ്ദേഹം അത്തംഹീദു ഫീ ശർഹി കിതാബി തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തോട് ചോദ്യം, മുസ്ലിം ജിന്നിനെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുന്നു എന്ന് വാദിക്കുന്ന ആളുടെ അടുത്തേക്ക് ചികിത്സാവശ്യാർത്ഥം പോകാൻ പറ്റുമോ? ഈ ജിന്ന്
ഈ ജിന്നുബന്ധത്തിലെ ഈ സഹായം ജായിസാണോ ഹറാമാണോ? ഇതാണ് ചോദ്യം. അതിന് അദ്ദേഹം മറുപടി എന്താ? അൽ ഇസ്തിആനതു ബിൽ ജിന്നി സവാഅൻ അകാനു മുസ്ലിമീന അവർ മുസ്ലിം ശിർക്കിന്റെ വസീലകളിൽപ്പെട്ട ഒരു വസീലയാണ്. എന്നിട്ട് പറഞ്ഞു ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ് വിശദീകരിച്ചു. എന്നിട്ട് പറയാം വഖദ് ഖാല ജല്ല വഅലാ, ഇത് വസീയത്തു ശിർക്കാണ് തെളിവ്. വഖദ് ഖാല ജല്ല വഅലാ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു വയൗമ യഹ്ശുറുഹും ജമീഅ എന്ന ആയത്ത് കൊടുത്തു. അപ്പോൾ വസീയത്തു ശിർക്കാണ് എന്ന് പറഞ്ഞ് തെളിവ് കൊടുത്തത് എന്താ? സൂറത്ത് അൻആമിലെ ഈ ആയത്താണ് തെളിവായി ഉന്നയിച്ചത്. അപ്പൊ ആ നിലക്കാണ് പണ്ഡിതന്മാർ ഇതിനെ കണ്ടിട്ടുള്ളത്. ഷെയ്ഖ് ഫൗസാന്റെ ഫതാവയിലും ഇതേ വിഷയം ഇതേ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് തെളിവായി ഇതേ ആയത്ത് കൊടുത്ത് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ വകയായി സ്വന്തം ഒരു അർത്ഥവും അവിടെ കൊടുത്തിട്ടില്ല. ഇക്കാലം അത്രയും ഉള്ളവർ പറഞ്ഞതും നമ്മളിനെ മനസ്സിലാക്കിയതും KJയിൽ സമർപ്പിച്ച പ്രബന്ധത്തിലടക്കം ഉൾക്കൊണ്ടതുമായ ഒരു അർത്ഥത്തിൽ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ഇനി വിശദമായി അറിയാൻ ആ വിഷയത്തിൽ മാത്രം ഒരു CD ഇറങ്ങിയിട്ടുണ്ട്. ഇസ്തിംതാഉം ഇസ്തിആനത്തും ചില കുപ്രചാരണങ്ങളും എന്ന പേരിൽ വീഡിയോ ക്ലിപ്പിംഗ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തഫ്സീറും നേരെ ഉദ്ധരിച്ച് കാണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു CD ഇറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്കത് കിട്ടും. വീഡിയോ അടക്കം അതിൽ ലിങ്കുണ്ട്. അതിൽ ചെന്നാൽ വിശദമായി നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ ജിന്നുകളോട് ശരണത്തിലേക്ക് ജിന്നുകളുടെ അഭിപ്രായത്തിലേക്ക് കാണിക്കുന്നു. പിന്നെ അതുകൊണ്ട് ഭൗതികതയോട് പഠിപ്പിച്ചിട്ടുണ്ടോ? എന്റെ വ്യക്തമായിട്ടുള്ളത് ശരി. ദുആ കേൾക്കില്ല എന്ന് പറയുന്നു. എന്നാൽ സൂറത്ത് ജിന്നിൽ പറഞ്ഞ ശരണത്തേട്ടം ജിന്നുകൾ കേട്ടു എന്നും പറയുന്നു. അത് പിന്നെ ദുആ കേൾക്കില്ല എന്ന് പറയാൻ പറ്റുമോന്നാ? ദുആ കേൾക്കില്ല എന്നതിന് രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം. ഞാനിപ്പോൾ ദുആ ചെയ്തു അല്ലാഹുമ്മ ഗ്ഫിർലി യാ അർഹമർ റഹീമീൻ, നിങ്ങളൊക്കെ കേട്ടില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് ദുആ കേൾക്കുന്നവരാണ് എന്നാണോ? അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നു പറയാം. നമ്മളെല്ലാവരും ദുആ കേൾക്കുന്നില്ല. എത്രയോ മനുഷ്യന്മാർ ദുആ ചെയ്ത് നമ്മളൊക്കെ കേൾക്കുന്നു. ദുആ കേൾക്കുക എന്ന് പറയുമ്പോൾ അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് സമീഉദ് ദുആ മുജീബുദ് ദുആ എന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തി. അല്ലാഹുവാണ് ദുആ കേൾക്കുന്നവൻ, അല്ലാഹുവാണ് ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു, ദുരിതത്തിൽ അകപ്പെട്ടവൻ ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവനാര്? നേരത്തെ പറഞ്ഞ സൂറത്തുൽ ജിന്നിലെ ആ ആയത്ത് വെച്ചിട്ട് ഒരു ഉത്തരം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അവിടെ കേട്ടു, ഗർവ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. അല്ലാഹു ചോദിക്കുന്നു, പ്രയാസപ്പെടുന്നവൻ ദുആ ചെയ്താൽ ആ ദുആ കേട്ട് ഉത്തരം ചെയ്യുന്നവൻ ആരുണ്ട്? ജിന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ദുആ കേൾക്കുന്നവൻ അല്ലാഹു മാത്രം. അതിന്റെ ബാഹ്യമായ പദങ്ങളോ അതിനെ ഉപയോഗിക്കുന്ന മറ്റു ആംഗ്യങ്ങളോ ഒക്കെ ഒരു പക്ഷേ എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റും. ദുആ എന്നത് മനുഷ്യന്റെ ഖൽബിൽ നിന്നാണ്. അത് കേൾക്കാനും അറിയാനുമെല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വേറെ ഒരു പടപ്പും ആ ദുആ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഗാഫിലായ ഖൽബിന് ദുആക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞു. അശ്രദ്ധമായ ഖൽബിന്റെ ദുആക്ക് ഉത്തരമില്ല. അപ്പൊ ഖൽബ് അശ്രദ്ധമാണോ അല്ലേ എന്നൊക്കെ അറിയുന്നവനെ ദുആക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ദുആക്ക് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ കൊടുക്കലല്ല ദുആക്ക് ഉത്തരം ചെയ്യൽ. ചോദിച്ച കാര്യം എടുത്തു കൊടുത്തു ദുആക്ക് ഉത്തരം ചെയ്യാന്ന് പറയില്ല. മാതാ അമൃതാനന്ദമയ്യെ പോയി കണ്ടു ഒരാൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അവരുടെ ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വലിയ കടത്തിലാണ്, അമ്മ സഹായിക്കണം. അപ്പൊ ഉദ്ദേശിച്ചത് എന്താ? അമ്മന്റെ ഒരു വാക്ക് കിട്ടിയാൽ മതി, എന്റെ കടക്ക് വിടും, അമ്മക്ക് അങ്ങനത്തെ സിദ്ധിയുണ്ട് എന്നാണ് ഓന്റെ വിശ്വാസം. ഓൻ പ്രാർത്ഥിച്ചതാണ്. അമ്മ നേരെ ഒരു കാലിൽ ചെക്കാണ്ട് കൊടുത്തു, എനിക്ക് ആവശ്യമുള്ള കടത്ത് വെച്ചെങ്കിൽ ബാങ്കിൽ പോയി എടുത്തു എന്ന് പറഞ്ഞു. എന്റെ ദുആക്ക് ഉത്തരം കിട്ടി എന്ന് പറയാൻ പറ്റുമോ?
കണ്ണ് കാണാത്ത മനുഷ്യൻ അമ്മയോട് പോയിട്ട് തേടി, അമ്മ കണ്ണിന് കാഴ്ചയില്ല, സഹായിക്കണം. അപ്പോൾ ഉദ്ദേശിച്ച അമ്മ തടവിയാൽ മതി, എന്റെ കാഴ്ച തിരിച്ചിട്ടുന്ന. അമ്മ അവരെ ഹോസ്പിറ്റലിൽ എഴുത്തോട്ട് അവിടെ പോയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിക്കുക, പൈസ ഒന്നും വേണ്ട. ഓപ്പറേഷൻ ചെയ്ത് പുതിയ കണ്ണൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇറങ്ങി. എന്റെ ദുആക്ക് അമ്മ ഉത്തരം ചെയ്തു പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് അവരെ ഉത്തരം ഇവിടെ കിട്ടിയില്ലേ? കിട്ടി. അത് നമ്മൾ ദുആക്കുള്ള ഇജാബത്ത് എന്ന് പറയില്ല. ചോദിച്ച കാര്യം അങ്ങനെ തന്നെ കൊടുത്തു എന്നുകൊണ്ട് മാത്രം ദുആക്കുള്ള ഉത്തരമാവില്ല. ഒരു മനുഷ്യന്റെ ഭാവിഭൂത വർത്തമാനം അറിയുന്നവൻ അവന് ഏറ്റവും ഹൈറായ വഴിയെന്തോ ആ വഴിയിലേക്ക് അവൻ എത്തിച്ചു കൊടുക്കലാണ് ദുആക്കുള്ള ഇജാബത്ത്. കണ്ണ് കാണാത്ത മനുഷ്യൻ ജീവിതാവസാനം വരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ കണ്ണിന് കാഴ്ച തന്നേന്ന്. ഓന് കാഴ്ച കിട്ടാതെ മരിച്ചു. ഓന് ദുആക്ക് ഉത്തരം കിട്ടിയോ? ഇല്ല എന്ന് പറയാനായിട്ടില്ല. വെള്ളത്തിലും വീണ് മുങ്ങി മരിക്കാൻ പോകുന്ന മനുഷ്യൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, രക്ഷിക്കണേ എന്നല്ലാനോട്. ഓൻ മുങ്ങി മരിച്ചു. ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അറിയാൻ പറ്റുമോ? പറ്റില്ല. രക്ഷിക്കണേ എന്ന പ്രാർത്ഥനക്കുള്ള ഉത്തരമായിരിക്കാം ഒരു പക്ഷേ അവനെ മുക്കിക്കൊന്നത്. അവന് ശരിയായ രക്ഷ ഇപ്പൊ വെള്ളത്തിന് കയറ്റലാണോ, ഇപ്പൊ അവൻ മരിക്കലാണോ, ഏതാ ഒരു ആത്യന്തികമായ രക്ഷയ്ക്കുള്ള മാർഗം, അത് റബ്ബിനെ അറിയൂ. അതുകൊണ്ട് ചിലപ്പോൾ ഓൻ മുങ്ങിയത് മരിക്കും. ഓന്റെ രക്ഷ ആ മരണമാണ്. ഓൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നാൽ ഒരു പക്ഷെ 10 കൊല്ലം കൂടി ജീവിച്ച് കാഫിറായി മരിച്ച് നരകത്ത് പോയി ചാടാൻ സാധ്യത ഉണ്ടാവും. അല്ല ഓനെപ്പാട് കൊല്ലും, മുക്കുവനെ. ഓൻ മുങ്ങിയത് മരിച്ചു. ദുആ കേട്ടില്ല എന്ന് പറയുന്നത് ദുആ കേട്ടിട്ടുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ദുആക്ക് 3 രൂപത്തിലാ ഉത്തരം. ഒന്നുകിൽ ചോദിച്ച കാര്യം കൊടുക്കും, അല്ലെങ്കിൽ ഒരു മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. അതെന്താ? ചോദിച്ച കാര്യം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അള്ളാഹ്ക്ക് അല്ല. പിന്നെന്തിനാ മുസീബത്ത് ഒഴിവാക്കി കൊടുക്കുന്നത്? ഈ ചോദിച്ച കാര്യം അവന് കൊടുത്താൽ അവന് ഖൈറല്ല, അവന് ശർറാണ്. അവന്റെ കണക്കിൽ അത് ഖൈറാണെങ്കിലും അള്ളാഹ്ക്കറിയാം അത് അവന് കൊടുക്കാൻ പറ്റൂല. അത് കൊടുത്താൽ ഓൻ കൊടുക്കും, അപ്പൊ കൊടുക്കൂല. പകരം മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. അപ്പൊ അതാണ് ദുആക്കുള്ള ഉത്തരം. ഒരു പക്ഷേ മുസീബത്തും ഒഴിവാക്കി കൊടുക്കാൻ പറ്റൂല. ചിലപ്പോൾ കണക്കാക്കിയ മുസീബത്തിലില്ല, അല്ലെങ്കിൽ ഉള്ള മുസീബത്ത് ഒഴിവാക്കിയ വേറെ മുസീബത്ത് അപ്പുറത്തുണ്ടാവും. അത് റബ്ബിനെ അറിയുള്ളൂ. അപ്പൊ അതും ഉണ്ടാവില്ല. പകരം പരലോകത്ത് ദുആ ചെയ്തതിന് പ്രതിഫലം കൊടുക്കും. അതാണ് ദുആക്കുള്ള ഉത്തരം. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ആത്യന്തികമായ രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും മനസ്സിലാക്കി ഇടപഴകലാണ് ദുആക്കുള്ള ഉത്തരം. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅ. പ്രയാസപ്പെടുന്നവൻ ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവനാര്? അല്ലാഹ് മാത്രം. അമ്മൻ യഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ ആര്? അല്ലാഹു മാത്രം. പ്രത്യേകം മനസ്സിലാക്കുക, കരയിലും കടലിലും വഴി കാണിക്കുന്നവനാര്? അള്ളാഹിന്റെ ചോദ്യം സൂറത്തുൽ നംലിൽ. ഇന്ന് നമ്മൾ ചോദിക്കുക, ഇലാഹും അല്ലാഹ്, എന്നിരിക്കെ അള്ളാഹിനെ കൂടെ മറ്റിലാഹുകളോ? കരയിൽ വഴി കാണാൻ ഇടങ്ങാറാകുമ്പോൾ ഒരുത്തം വന്ന് തോർച്ച കൊടുത്തത് അതിനോട് പോയിക്കോ എന്ന് പറഞ്ഞാൽ ആയത്ത് മുളിഞ്ഞോ? കടലിൽ പോയി വഴി അറിയാതെ നട്ടം തിരിയുമ്പോ വേറെ ഒരു കപ്പൽ വന്നു, ദിശ കാണിച്ചെടുത്തു, ആയത്ത് പൊളിഞ്ഞോ? ഇല്ല. അപ്പൊ കരയിലും കടലും വഴി കാണിക്കുക എന്നത് ആ വഴി കാണിക്കലല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ ദുആ കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയുന്നവൻ അല്ലാഹു മാത്രം. എന്നാ പിന്നെ മക്കത്തെ മുശ്രിക്കുകൾ തേടിയപ്പോ ജിന്ന് കേട്ടു എന്നാണല്ലോ സൂറത്ത് ജിന്നിലുള്ളത്. വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദുന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖാ. ചില ഇൻസുകൾ ചില ജിന്നുകളോട് ശരണം തേടി, അത് അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു. അപ്പൊ കേട്ടിട്ടല്ലേന്നാ. എന്താണ് സംഭവം? മക്കത്തെ മുസ്ലിങ്ങൾക്ക് ജിന്നുകളെ പറ്റിയുള്ള വിശ്വാസം തന്നെ ശിർക്കിൽ അധിഷ്ഠിതമാണ്. ജിന്നുകളെ അവർ റബ്ബിന്റെ ശരീക്കന്മാരാക്കി നിശ്ചയിച്ചു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജിന്നുമായി ബന്ധപ്പെട്ട വിശ്വാസം തന്നെ അങ്ങനെയാണ്. ഇനി ഒരു വിജയമായ പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ധാരണയുണ്ട്, ഇവിടെ ജിന്നുകളുണ്ടാവും, ആ ജിന്നാളെ ശല്യം ഉണ്ടാവും എന്ന് അവർ വിശ്വസിക്കുന്നു. അവിടെ ജിന്നുണ്ടോന്നോ ഒരു ശല്യപ്പെടുത്തുന്നോ ഒന്നും അവർക്ക് അറിയില്ല, പക്ഷെ ഓലെ വിശ്വാസമാണത്.
അതുകൊണ്ട് അത്തരം സ്ഥലത്തെത്തുമ്പോൾ അവർ പറയും അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ പ്രദേശത്തെ ജിന്ന് നേതാവിനോട് ഞാൻ കാവലിനെ തേടുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീർ രേഖപ്പെടുത്തി, ജിന്നുള്ള സ്ഥലത്ത് തന്നെ മനുഷ്യന്മാർ വരുമ്പോൾ മനുഷ്യനെ കണ്ട് പേടിച്ചൊരു ജിന്ന് ഓടുന്ന, മനുഷ്യന്മാരെ കണ്ട് വേദന കുറെ ഇൻസുകൾ വരുന്നുണ്ട് വണ്ടിക്കോ എന്ന് പറഞ്ഞ് എല്ലാം കൂടി വണ്ടി കഴിച്ചിലാവും. അങ്ങനെ ഓടുന്ന ഓട്ടത്തിലാണ് ഇവര് പറഞ്ഞ അഊദു ബിസയ്യിദി ഹാദൽ വാദി, ജിന്ന് നേതാവിനോട് കാവലിനെ തേടുന്നു ഇപ്പം പറയുന്നത്. അത് ഓടുന്ന ജിന്ന് കേൾക്കുക, അപ്പോൾ നിൽക്കും, എടാ ഓൾക്ക് നമ്മളെ പേടിയാണ്. നറാഹും യഫ്റുഖൂന മിന്നാ കമാ നഫ്റുഖു മിൻഹും, നമ്മളെ ഓലെ പേടിക്കുന്ന പോലെ അവൻ നമ്മളെയും പേടിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ ഓടേണ്ട അവിടെ നിൽക്കുക എന്ന് പറയും. അപ്പൊ തേട് നേതാവല്ല കേട്ടിട്ടുള്ളത്. അവിടെയുള്ള ജിന്നാള് ഓടുമ്പോ ഇവൻ പറയാന്ത് ജിന്ന് നേതാവിനോട് കാവലിനെ തേടുന്നു. അപ്പൊ ഓന് മനസ്സിലായി ഓയ്ക്ക് നമ്മളെ പേടിയാണ്. അപ്പൊ ഓൻ തിരിഞ്ഞിരിക്കും. നമ്മളുടെ നായിന്റെ പിന്നാലെ ഓടിയാലേ, നായിന്റെ പിന്നാലെ കുറേ ഓടിയ കുറച്ച് നായി തിരിഞ്ഞ് ഇങ്ങോട്ട് ഓടും. അപ്പൊ നമ്മൾ ഓടും പേടിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് ചെല്ലുമ്പോൾ ഓല് ഓടുക. അപ്പോഴേ ഇത് പറയേണ്ടത് ജിന്നെ കാക്കണേ. അപ്പൊ ഓള് തോന്നി ഓയ്ക്ക് നമ്മളെ പേടിയാ, എന്നാ ഒന്ന് നിർത്തിക്കാന്ന്. അങ്ങനെ തിരിഞ്ഞു വന്നിട്ട് അസ്വാബഹും ബിൽ ജുനൂനി, ഇവർക്ക് ഭ്രാന്തുണ്ടാക്കുന്ന. അപ്പൊ ഇവർ തേട്ടത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല, ഇവനെ ഇടങ്ങറാക്കിക്കുക. അതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ല, അവിടെ ജിന്നുകൾക്ക് നേതാവുണ്ടോ ഇല്ലേ അത് ഇവന്റെ വിശ്വാസം. ഉണ്ടോ ഇല്ല ആർക്കറിയാം. ആ നേതാവ് അവിടെ ഉണ്ടോ ഇല്ല ആർക്കറിയാം. ഓന്റെ വിശ്വാസമാണ്. ഇങ്ങാണ് പറഞ്ഞാൽ എനിക്കിതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവിടെ സംഭവിച്ചത് ഇതാണ് ഫസാദുഹും റഹഖ, അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഇവര് പറയുമ്പോ മറ്റൊരു ഗർവ് വർദ്ധിക്കുന്നു, കിബിറ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ മറ്റൊന്നുള്ളത്, അവർ ഏത് വിപത്തിൽ നിന്നും രക്ഷയ്ക്കായി ആ സയ്യിദിനെ അവർ അവലംബിക്കുമായിരുന്നു. അതും ഇബ്നു കസീറിൽ കാണാം. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവർ പറയും ജിന്നിന്റെ നേതാവിന് കാവലത്തേടുന്നു. എന്തിൽ നിന്ന് കാവലത്തേടുന്നു? മിൻ ശൈഇൻ യസൂഉഹും, അവർക്ക് പ്രയാസകരമാകുന്ന എന്തു സംഗതി ഉണ്ടാകുന്നതിൽ നിന്നും കാവലത്തേടുന്നു. അല്ലെങ്കിൽ മിൻ അൻ ഉദറ ഫീ മാലി ഔ അഹ്ലി ഔ മാസിയത്തി ഔ വലദി, എന്റെ സമ്പത്തിലോ എന്റെ സന്താനങ്ങളിലോ എന്റെ കന്നുകാലികളിലോ എന്റെ സ്വന്തത്തിലോ വല്ല ദുരിതങ്ങളും ബാധിക്കുന്നതിൽ നിന്ന് ജിന്ന് നേതാവിനോട് കാവലിനെ തേടുന്നു. ആ തേട്ടം എന്തെന്നെയാണ്? ആ തേട്ടം കേട്ട് ഉത്തരം ചെയ്തിട്ടില്ല ഇവിടെ. ആ ഓടുന്നില്ല ഉപയോഗിച്ചു എന്നേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ദുആ കേൾക്കുന്നവൻ ജിന്നല്ല, മലക്കല്ല, നബിയല്ല, വലിയല്ല, ഇൻസല്ല. ദുആ കേൾക്കുന്നവൻ അല്ലാഹു മാത്രം. അതാണ് സമീഉദ് ദുആ, മുജീബുദ് ദുആ എന്നൊക്കെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. വേറെ സ്ത്രീകളാ? സ്ത്രീകൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി അവിടെ നിന്ന് ഇട്ടാൽ മതി എന്ന് സംഘാടകർ അറിയിക്കുന്നു. ഈ പുഴയിൽ വിടുന്ന ഒരാൾ ജിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് വസീലത്തിനും ധാരാളമാണ്. അപ്പൊ പുഴയിൽ വിടുന്ന ഒരാള് അത്ഭുതകരമായി രക്ഷപ്പെട്ട് പുഴക്കാരിലെത്തി അതിനോട് ചിന്തിക്കണം, ഞാൻ കൃത്യ സമയത്ത് ജിന്നിനെ വിളിച്ചുകൊണ്ട് ജിന്ന് വന്ന് എന്നെ രക്ഷിച്ചു. ആ വിശ്വാസം ശിർക്കാണോ ഹറാമാണോ എന്താണ്? അതൊക്കെ ശിർക്ക് തന്നെയാണ്, ഹറാമല്ല. സക്രിയാസലായി പറഞ്ഞത് ആ ആളെപ്പറ്റി അല്ലതാണ്. അങ്ങനെ വിചാരിച്ച ആളെപ്പറ്റി അല്ല സക്രിയാസലായി പറഞ്ഞത്. നമ്മൾ ആളുകൾക്ക് ധാരണ ഉണ്ട്, പുഴയിലൊക്കെ വീണ് ആകെ വെള്ളം കുടിച്ച് മുങ്ങിച്ചാകാൻ പോകുമ്പോഴേ അപ്പുള്ള ദുആ ആവുള്ളൂ എന്ന് ധാരണ ആളുകൾക്കുണ്ട്. ദുആ ആകാൻ പുഴയിൽ വീഴണം എന്നില്ല. കരക്ക് നിൽക്കുമ്പോഴും ഉണ്ട് ദുആ. വയറ് നിറയെ ഭക്ഷണം കഴിച്ച് സുഖമായി ചാരി ചാരിക്കിടക്കുമ്പോഴും ദുആ ഉണ്ട്. ആൾക്ക് തന്നെ ധാരണയാണ്. ചെറുത്തുമ്പോൾ വണ്ടി ബ്രേക്കൊക്കെ പോയി ആകാണ്ട് ബേജാറായി അപ്പൊ ജിന്നെ വിളിച്ചാലോ
പുഴയിലാണ് വീണ് മരിക്കാൻ പോകുക, അപ്പ ജിന്നെന്ന് വിളിച്ചാലോ അപ്പ മാത്രമേ ദുആ ഉള്ളൂ എന്നാണ് ധാരണ. അപ്പ ദുആ ആയത് അല്ലാത്തപ്പം ദുആ തന്നെയാണ്. പിന്നെ എന്തിനാ ആ ഉദാഹരണം പലപ്പോഴും അല്ലാഹു തആല പറഞ്ഞത്? മക്കാ മുസ്ലിമിനെ പറ്റി പറഞ്ഞല്ലോ, കപ്പലിൽ കയറിയാൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ആ സമയത്ത് സാധാരണ പ്രാർത്ഥിക്കാത്തൊരു മനസ്സും അപ്പം ചെയ്യും, പ്രാർത്ഥിക്കാൻ തയ്യാറാകും. അതുകൊണ്ടാണ് ഉദാഹരണത്ത് പറയുന്നത്. അല്ലാതെ ഓർമ്മയില്ലാത്തവനും ആ സമയത്തും ചെയ്യും, റബ്ബേന്ന് വിളിച്ചു പോകും. അവിടെ അല്ല വിളിച്ചത്, അവിടെ റബ്ബും അല്ലെങ്കിൽ എന്തായാലും അപ്പുറത്ത് വേറെ ആളുകൾ. ഈ കപ്പൽ മുങ്ങാൻ പോകുമ്പോൾ അല്ലാതാണല്ലോ വിളിക്കുന്നത്. പിന്നെന്തിനാ കരയിൽ പോയിട്ട് വേറുള്ളവരെ വിളിക്കുന്നതാണല്ലോ ചോദിച്ചത്. അല്ലാതെ ഈ വിളിയേ ദുആ ഉള്ളൂ, കരക്കപ്പെട്ട് കാര്യം വിളിച്ചോ ഇവിടെ എന്നെ മാത്രം വിളിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. അപ്പൊ ഒരു തേട്ടം ദുആ ആണെങ്കിൽ അത് പുഴയിലും ദുആ തന്നെ, കരയിലും ദുആ തന്നെ, കടലിലും ദുആ തന്നെ, എവിടെയും ദുആ തന്നെ. ആ ദുആ ജിന്നിനോടാണോ ശിർക്ക് തന്നെ? സംശയമില്ല. അത് ജിന്ന് കരക്കുണ്ടായാലും ശിർക്ക്, കരക്കില്ലെങ്കിലും ശിർക്ക്. ജിന്ന് കരക്കുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ശിർക്ക്. അതേസമയം അവന്റെ വിശ്വാസം അടിസ്ഥാനത്തിലാണ് ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്. കരക്കൊരു മനുഷ്യണ്ടെങ്കിലോ പുഴയിൽ വീണു മുങ്ങി പൊങ്ങി പച്ച മരിക്കാൻ പോകുമ്പോ ഒരു മനുഷ്യൻ കരക്കുണ്ട്, ആ മനുഷ്യനെ വിളിച്ചാൽ പ്രാർത്ഥനാവോ? ആവും നമ്മളായി പറയോ? ഇല്ല. ആ സമയത്ത് മൊയ്തീൻ ശൈഖിനെ വിളിച്ചാലോ പ്രാർത്ഥനയാണ്. അല്ലാത്ത സമയത്ത് മൊയ്തീൻ ശൈഖിനെ വിളിച്ചാലോ പ്രാർത്ഥനയാണ്. അല്ലാത്ത സമയത്ത് മുമ്പുള്ള മനുഷ്യനെ വിളിച്ചാലോ പ്രാർത്ഥന അല്ല. എന്നാ അത് പ്രാർത്ഥന ആകുന്ന ഘട്ടമില്ലേ? ഉണ്ട്. ആരെ വിളിക്കുന്നു, എപ്പോ വിളിക്കുന്നു എന്നതല്ല, ഏത് അടിസ്ഥാനത്തിൽ വിളിക്കുന്നു എന്നതാണ് ഒരു വിളി പ്രാർത്ഥനയാവാനുള്ള മാനദണ്ഡം. ഇവിടെ വല്ലോ നിന്നെ കാണുകയാണെങ്കിൽ ഓൻ പുഴയ്ക്ക് ചാടി നീന്താൻ പറ്റുമെങ്കിൽ നീന്തെങ്കിൽ, ചാടി പിടിക്കണേ പിടിച്ചോട്ടെ, ഇല്ലെങ്കിൽ പിടിക്കും വേണ്ട എന്ന നിലക്കാണോ അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. ഇനി അങ്ങനത്തെ വിളിച്ചു ചാടിയ മനുഷ്യനാണ്, ഓൻ കരക്ക് കയറ്റി ഓൻ നിലത്തി പോകാൻ വിചാരിക്കാവൂ. ഞാൻ ആ സമയത്ത് മനുഷ്യനെ വിളിച്ചുകൊണ്ട് അയാൾ എത്തി എന്ന് വിശ്വസിച്ച ശിർക്കുണ്ടോ? ഇല്ല. ഞാൻ ആ സമയത്ത് മൊയ്തീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് മൊയ്തീൻ ശൈഖ് ഇയാളെ പറഞ്ഞയച്ചു ആണെങ്കിലോ ശിർക്കാണ് താനും. അപ്പോൾ ആരെ വിളിക്കുന്നു എന്നല്ല, ഏത് മാനദണ്ഡത്തിൽ വിളിക്കുന്നു. ആരെ സ്നേഹിക്കുന്നുവെന്നല്ല, ഏത് മാനദണ്ഡത്തിൽ സ്നേഹിക്കുന്നു. ആരെ പേടിക്കുന്നുവെന്നല്ല, ഏത് മാനദണ്ഡത്തിൽ പേടിക്കുന്നു. അതാണ് ശിർക്ക്. ഒരാൾ എലിയെ പേടിക്കുന്നു, ശിർക്കാണോ? അല്ല. മറ്റൊരാൾ പാമ്പിനെ പേടിക്കുക, പാമ്പിനെ പൂജിക്കുന്ന ഹൈനവൻ പാമ്പിനെ കാണുമ്പോൾ കൈകൊപ്പി നിൽക്കുന്നു, ഈ പേടി ശിർക്കാണോ? ശിർക്കാണ്. എന്താ വ്യത്യാസമുള്ളത്? ഒരു പക്ഷേ ഈ കൂപ്പുന്ന മനുഷ്യന്റെ മനസ്സിൽ ഉള്ളതിനേക്കാളും പേടി പാമ്പിനെ കണ്ട് പാമ്പ് കൊത്തോന്ന് പേടിച്ച് ഓടുന്ന മനുഷ്യനുണ്ടാവും. എന്നാലും അവന്റെ പേടി ശിർക്കായില്ല, ഇവന്റെ പേടി ശിർക്കായി. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാള് പോകുന്ന വഴിക്ക് ജാറം കണ്ടു, അവൻ പത്തുറുപ്പെട്ടു. നമ്മളെന്താ പറയാ? ചങ്ങായി എന്തിനാണ് ഈ ശിർക്കിന് പൈസ കൊടുക്കുന്നത്? കുറച്ചപ്പുറത്തിന് പള്ളി കണ്ടു, പള്ളിന്റെ മുമ്പിൽ സംഭാവനപ്പെട്ടിട്ടുണ്ട്, അവിടെയും 10 ഉറുപ്പിട്ടു. നമ്മൾ പറയാം നല്ല കാര്യം, എനിക്ക് ഇവിടെ ഇട്ടാ പോരേനോ. കുറച്ചപ്പുറം പോയി ഒരു ഭിക്ഷക്കാരൻ കയറി, ഓനും കൊടുത്തു 10 ഉറുപ്പ്യ, നമ്മൾ ആക്ഷേപിക്കൂല. കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ധം കയറി, ഇവനും കൊടുത്തു 10 ഉറുപ്പ്യ, നമ്മൾ ആക്ഷേപിക്കും. ഓൻ ചോദിക്കുക എന്തോ ഒക്കെ കൊടുത്ത് 10 അല്ല, എന്താ 10? 2 ആക്ഷേപിച്ചു, 2 അംഗീകരിച്ചത് എന്താ? അതങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. കൊടുത്തത് എല്ലാ സ്ഥലത്തും 10. പക്ഷെ വിശ്വാസമാണ് പരിഗണിക്കപ്പെടുക. ജാറത്തിലേക്ക് പണം ഒഴിയുമ്പോ ജാറത്തിൽ മരിച്ചെടുക്കാൻ തങ്ങള് വിശന്ന് എടുക്കാനായി കഴിക്കുക, വല്ലതും വാങ്ങി തിന്നോട്ടെ എന്നാണ് വിശ്വാസം? അല്ല. ഇവിടെ 10 ഉറുപ്പിക ഇട്ടാൽ എന്റെ യാത്രയ്ക്ക് പിന്നെ 10 ഉണ്ടാകും, ബാക്കി മൂപ്പര് നോക്കിക്കൊള്ളുന്ന അവിടെ പേച്ചു. ആ സമാനമായ വിശ്വാസം തന്നെയാണ് സിദ്ധന് പണം കൊടുക്കുമ്പോഴും. മൂപ്പർക്ക് 10 ഉറുപ്പിട്ട് മൂപ്പരെ പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ യാചകന് 10 കൊടുക്കുമ്പോഴോ ആ സാധു പോയി വല്ലവർക്കും വാങ്ങി കഴിച്ചോട്ടേനേ ഉള്ളൂ. പള്ളിയിലെ സംഭാവനപ്പെട്ടിക്ക് പണം കൊടുത്തപ്പോഴോ അള്ളാഹിന് പ്രതിഫലം കിട്ടുന്നേ ഉള്ളൂ. അത് വിശ്വാസമാണ് എവിടെയും വേർതിരിയുന്നത്. വിശ്വാസം അദൃശ്യ മാർഗത്തിൽ ഗുണമാസിക്കുന്നുവോ ദോഷം ഭയക്കുന്നുവോ അവിടെ ശിർക്ക് വന്നു. അതില്ലേ ശിർക്ക് വരുന്നില്ല.
ആ അർത്ഥത്തിലാണെങ്കിൽ സ്നേഹവും ഭയവും ആദരവും ബഹുമാനവും എല്ലാം ശിർക്കായി മാറും. തേട്ടം മാത്രമല്ല, തേട്ടം ശിർക്കാകുന്നിടത്ത് സ്നേഹം ശിർക്കാകും, ഭയം ശിർക്കാകും, ആദരവ് ശിർക്കാകും, ബഹുമാനം ശിർക്കാകും. അല്ല തേട്ടം മാത്രം ശിർക്ക്, മറ്റൊന്നും ശിർക്കില്ല എന്നല്ല. ജിന്നോട് തേട്ടം ശിർക്കാകുന്നിടത്ത് ജിന്ന് കാണുമെന്ന വിശ്വാസം ശിർക്കാണ്, ജിന്ന് കേൾക്കുമെന്ന വിശ്വാസം ശിർക്കാണ്, ജിന്ന് അറിയുമെന്ന വിശ്വാസം ശിർക്കാണ്, ജിന്നെ പേടിക്കൽ ശിർക്കാണ്, ജിന്നുകളെ സ്നേഹിക്കൽ ശിർക്കാണ്. ആ അർത്ഥത്തിലാണെങ്കിൽ. അല്ലെങ്കിലോ ജിന്ന് കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. ജിന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. ജിന്നുകൾ പല ഉപദ്രവം ചെയ്തേക്കാമെന്ന് വെച്ചാൽ പേടിച്ചാൽ ആ പേടി ശിർക്കാണോ? അല്ല. അപ്പൊ അവിടേക്ക് ഏതു അർത്ഥത്തിൽ എന്നതാണ് പ്രധാനം. ഒരാൾ ഉമ്മയെ സ്നേഹിക്കുന്നു, ശിർക്കാണോ? അല്ല. റബ്ബിനെ സ്നേഹിക്കുന്നു, തൗഹീദാണോ ഇബാദത്താണോ? ആണ്. ആ സ്നേഹം ഉമ്മ കൊടുത്താലോ ശിർക്കായി മാറും ചെയ്യും. അപ്പൊ റബ്ബിനെ കൊടുക്കുന്നത് ശിർക്ക്. പുറത്തേക്ക് കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കൊടുത്തതുകൊണ്ട് ഇബാദത്താകുന്നില്ല. ഒരു പക്ഷെ അള്ളാഹിനെ പരിഹസിക്കലായി നമ്മൾ നേരത്തെ പറഞ്ഞ ചെൽപ്പൂത്തിയുടെ ഉദാഹരണം പോലെ. അതാണ് വ്യത്യാസം. വേറെ അതിലുണ്ടാ അപ്പോ ഈ കഴിഞ്ഞ മുമ്പിൽ ശരിയായി അവിടെ പ്രസംഗിച്ചപ്പോ ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞു ശിർക്കായിട്ടാണ് വ്യാഖ്യാനിച്ചത് ശിർക്കുണ്ട്, ശിർക്കല്ലാതെ വ്യാഖ്യാനിച്ചത് ശിർക്കില്ല. ഇതൊരു കാര്യസ്ഥലത്തിന്റെ മാത്രം കാര്യമാണ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവിടുത്തെ എക്സ്ട്രാ സ്ഥലത്തിന്റെയും മോഡലുകളുടെയും കാര്യമാണ്. അതല്ലെങ്കിൽ ശരിയായിട്ടല്ലാതെയും സ്വീകരിക്കണം തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായം. സഖിയാസലായി പറഞ്ഞതാണ് ശരി. അത് തന്നെയാണ് ലബ്ബാദാരിമിയും പറഞ്ഞത്. പക്ഷെ ലബ്ബാദാരിമി പറഞ്ഞതിന് ഒരു കഷ്ണം മാത്രമേ ആളുകൾ കേട്ടിട്ടുള്ളൂ എന്ന് മാത്രം. മുഴുവനായി കേട്ടാൽ ആർക്കും ഒരു പരാതിയും അതിൽ ഉണ്ടാവില്ല. ഖത്തറിൽ നിന്ന് ഒരു സമസ്തക്കാരൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. അതാണ് തുടക്കം. ഫോൺ ചെയ്ത് ചോദിച്ചു, തിരിച്ചും മറിച്ചും പല വഴിക്കും ചോദിച്ചു. അതിൽ നിന്ന് കിട്ടിയ ഒരു കഷ്ണമാണ് അയാൾ മുറിച്ചെടുത്ത് ഇവിടെ പുറത്തേക്ക് ഇട്ടത്. അത് മാത്രം കേട്ടപ്പോഴാണ് ഇപ്പൊ ഞാരിയാസാത്തും കുഴപ്പമില്ല പറയുന്നത് എന്നായി മാറിയത്. ഞാൻ അദ്ദേഹത്തെ നയിക്കുന്നവരെ കണ്ട് അദ്ദേഹത്തോട് വിഷയം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയ വിശദീകരണം വളരെ കൃത്യമാണ് താനും. അദ്ദേഹം പറഞ്ഞത് നാരിയാസ്ലാത്തെ കുറിച്ച് അയാൾ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു അത് വലാലത്തായ ബിദ്അത്താണ്. കാരണം നിങ്ങൾ അതിന് വലിയ മഹത്വവും വലിയ പ്രതിഫലവും പ്രത്യേക എണ്ണവും പ്രത്യേക രീതിയും എല്ലാം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ബിദ്അത്തും വലാലയാണ്, വഴിപിഴച്ച ബിദ്അത്താണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സമസ്തക്കാരൊക്കെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. 11 ജില്ലകളെ കൂലി, 33 ജില്ലകളെ കൂലി എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ. തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പറഞ്ഞു, തഫ്രീജിയായ സ്വലാത്തു പലതിൽ മെച്ചമ നാരിയത്തെന്നൊരു പേരതിന് പ്രസിദ്ധമാ. തഫ്രീജിയായ സ്വലാത്ത് എന്ന നാരിയ സ്വലാത്ത് പല സ്വലാത്തിനേക്കാളും മെച്ചമാണ്. കാരണം അതിന്റെ മഹത്വം പറഞ്ഞത് റബ്ബിന്റെ നിധിയിൽ പെട്ട നിധിയും ഒന്നിതാ, കൂടാതെ ഖജനാവിന്റെ താക്കോലും ഇതാ. അള്ളാഹുവിന്റെ നിധിയിൽപ്പെട്ട നിധിയാണ് നാരിയ സ്വലാത്ത്. റബ്ബിന്റെ ഖജനാവ് തുറക്കാനുള്ള താക്കോലാണ് നാരിയ സ്വലാത്ത്. ഇത് ചൊല്ലേണ്ട രീതി പഠിപ്പിച്ചു. മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊലിക്കുന്നതാണ് റിസ്കവന് ഭൂവനം വാനവും. എന്നും 11 പ്രാവശ്യം ഇത് ചൊല്ലുകയാണെങ്കിൽ ആകാശഭൂമികൾ അവന് ഉപജീവനം ചൊരിഞ്ഞു കൊടുക്കും. അവിടെ ആരംഭിച്ചിട്ട് 33ന്റെ മഹത്വം, 111ന്റെ മഹത്വം, 333ന്റെ മഹത്വം, 444 മഹത്വം, 1000 എണ്ണത്തിന്റെ മഹത്വം എല്ലാം അതിന് പറയുന്നു. അവസാനം പറഞ്ഞു അതിന്റെ ഇന്തിഹ 4000 വേണ്ടുന്നതാ, 440 4 ചേർന്നതാ. അവസാനത്തെ എണ്ണം 4444. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. 4444 എന്ന എണ്ണം ചൊല്ലിത്തീർക്കുകയാണെങ്കിൽ
ഏത് പ്രയാസവും നിനക്ക് എളുപ്പമായി മാറും. ഈ അർത്ഥത്തിലാണ് അവർ നാര്യാസ്വാദത്തിനെ കാണുന്നത്. അതുകൊണ്ട് വലാളത്തായ ബിദ്അത്താണ്. അപ്പൊ ഈ ചങ്ങായി ചോദിച്ചു അതിൽ ശിർക്കുണ്ടോ? അദ്ദേഹം വളരെ സൂക്ഷ്മമായി അദ്ദേഹം പറഞ്ഞു, അതിലെ പദങ്ങളിൽ ഞാൻ ശിർക്ക് കണ്ടിട്ടില്ല, പദങ്ങളിൽ ശിർക്ക് കണ്ടിട്ടില്ല. അൽഹംദുലില്ലാ അത്ര മതി എന്നും പറഞ്ഞ് മൂപ്പര് ഫോൺ വെച്ചു. അതാണ് വിഷയം. പദങ്ങളിൽ ശിർക്കില്ല, പക്ഷേ അതിന്റെ ഉദ്ദേശം ശിർക്കായ തരത്തിൽ തന്നെയാണ് സമസ്തക്കാരെ കൊണ്ടെടുക്കുന്നത്. പദത്തിൽ എന്താ ഉള്ളത്? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാം ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് നാരിയാ സ്വലാത്ത്. 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം ഉന്നാസി എന്ന ഒരു മുസ്ലിയാർ ഉണ്ടാക്കിയതാണ്. 800കളിൽ മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം ഉന്നാസി എന്ന ആളാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിന് അല്ലാഹുവേ പരിപൂർണമായ സ്വലാത്തും സലാമും ചെയ്യണേ അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്. അത് കുഴപ്പമുണ്ടോ? ഇല്ല. ആ പദങ്ങൾ ഹദീസിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടാവണം എന്നില്ല. സ്വതന്ത്രമായ സ്വലാത്ത് എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് ഏത് പദവും പറയാം, അത് നമുക്ക് അഭിപ്രായ വ്യത്യാസവുമില്ല. നബിക്ക് ഗുണത്തിന് വേണ്ടി തേടുക, അതാണോ സ്വലാത്ത്? അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ തമിഴിലോ ഒക്കെ പറ്റും. ഒരാൾ മലയാളത്തിൽ പറഞ്ഞു പഠിച്ചവനെ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ, അതും സ്വലാത്താണ്, അതും സ്വലാത്താണ്. അപ്പൊ സ്വതന്ത്രമായി സ്വലാത്ത് എന്ന അർത്ഥത്തിൽ ഏത് പദവും ഇടക്ക് പറയാം. ഹദീസിൽ വന്ന പദമേ പറയാവൂ എന്നില്ല. ഹദീസിൽ വന്ന പദം ആണെങ്കിൽ അതിലേക്കൊന്നും ചേർക്കാൻ പാടില്ല, അതുള്ളത് പോലെ തന്നെ പറയണം. അതുകൊണ്ടാണ് ഇബ്രാഹിമിയ സ്വലാത്തിൽ സയ്യിദിനെ കൂട്ടുമ്പോൾ നമ്മൾ വിമർശിക്കുന്നത്. അത് റസൂല് പഠിപ്പിച്ച പദങ്ങളാണ്, അതിൽ പിന്നെ കൂട്ടാൻ പറ്റില്ല. ഏത് പദം? ദുആ. ഒരാൾ ജീവിതത്തിൽ എന്തും പ്രാർത്ഥിക്കാം, അയാൾക്ക് എന്ത് ആവശ്യമുണ്ടോ റബ്ബിനോട് പറയാം. എന്നാ അല്ലാഹു റസൂലും പഠിപ്പിച്ച ദുആയിൽ ഇവന് മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആയിൽ ഒബി നബിക്കല്ലി അർസൽത എന്നത് ഒബി റസൂലിക്കല്ലി അർസൽത എന്ന് മാറ്റി പറഞ്ഞിട്ട് നബി പറഞ്ഞു പറ്റൂല. ഒബി നബിക്ക എന്താ? അത് റസൂല് പഠിപ്പിച്ചൊത്ത പദങ്ങളാണ്. എന്താ ഒരുത്തൻ ദുആ ചെയ്തു, എന്നിട്ട് പിന്നെ പറയാം ഞാനിപ്പോ ചെല്ല ദുആ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്താണ് പറഞ്ഞാലോ അത് ബിദ്അത്തായി മാറി. രാവിലെ എത്ര കൂലിട്ടെന്ന് പറഞ്ഞാലോ ഇല്ല. പടച്ചവനെ പൂർണ്ണമായ ഗുണം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. സ്വലാത്താണ്, പ്രതിഫലാർഹമാണ്, പറ്റില്ല. ഇത് ചൊല്ലിയാൽ 11 എത്ര കൂലിട്ടും ആകാശം ഭൂമി റിസ്ക് ചൊല്ലിഞ്ഞു കൊടുക്കുന്നു പറഞ്ഞാലോ കഴിഞ്ഞു, ബിദ്അത്തായി മാറി. പിന്നെ പറഞ്ഞെന്താ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ നബിയെ കൊണ്ടാണ് കെട്ടിക്കുടുക്കുകൾ അഴിയുന്നത്. വതൻഫറജു ബിഹിൽ ഖുറബ്, ആ നബി മുഖേനയാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത്. വതുഖ്ലാ ബിഹിൽ ഹവായിജു, ആ നബി മുഖേനയാണ് ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നത്. വതുനാലു ബിഹിൽ റഗായിബു, ആ നബി മുഖേനയാണ് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത്. ജബ്ബാദാരിനി പറഞ്ഞു ഇതിലത്രയേ ഉള്ളൂ. നബിയെ സഹായിക്കണേ എന്ന് തേട്ടം അതിലില്ല, നബിയെ ആവശ്യം പൂർത്തീകരിക്കണേ എന്ന് അതിലില്ല. നബി മുഖേന ആവശ്യങ്ങൾ പൂർത്തിയാകും, നബി മുഖേന പ്രയാസങ്ങൾ തീരും, നബി മുഖേന ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എന്നാണുള്ളത്. അത് അദ്ദേഹം പറഞ്ഞു അത് പല അർത്ഥത്തിലും വ്യാഖ്യാനിക്കാലോ. അപ്പൊ ഒരുത്തം പറയാം ഞാൻ പണ്ട് ഭയങ്കര മാനസിക ടെൻഷനിലായിരുന്നു, തൗഹീദൊക്കെ മനസ്സിലാക്കി ദീനൊക്കെ പഠിച്ചപ്പോൾ എന്റെ എല്ലാ ടെൻഷനും മാറി. അതുപോലെ ടെൻഷൻ മാറാൻ കാരണക്കാരനാരാ? റസൂൽ പഠിപ്പിച്ച ദീനോ സ്വീകരിച്ചു, ഓരോ ടെൻഷൻ മാറി. കടം കൊണ്ട് കുടുങ്ങിയ ഒരാള് ഓൻ തെരഞ്ഞു പിടിച്ച ഹദീസിന് വല്ല ദുആയുണ്ടോ കടം വന്നാക്കി ഓനെ ദുആ കിട്ടി, ഓൻ ആ ദുആ ജീവിതത്തിൽ പാലിച്ചു, ഓനെ കടത്തുനിന്നൊക്കെ മോചനം കിട്ടി. അപ്പൊ കടം വിടുക എന്നൊരു ആവശ്യം പൂർത്തീകരിച്ചത് നബി മുഖേനയാണ്.
പ്രയാസം കൊണ്ട് പറഞ്ഞൊരാള് അത് റസൂൽ പഠിപ്പിച്ച വല്ല ദുആ ഉണ്ടോ അന്വേഷിച്ചു, ആ ദുആ കിട്ടി, ഓനത് ചൊല്ലി, ഓനാശ്വാസം കിട്ടി. അപ്പോൾ ആശ്വാസം കിട്ടി നബി മുഖേനയാണ്. ആ അർത്ഥത്തിലാണോ ശിർക്കാണോ? അല്ല. ആ അർത്ഥത്തിൽ തന്നെ ചെല്ലുകയാണെങ്കിൽ ശിർക്കില്ല. അതാണ് ലബ്ബാദാനി പറഞ്ഞത്, അതിന്റെ പദങ്ങളിൽ ഞാൻ ശിർക്ക് കണ്ടിട്ടില്ല. എന്നാൽ ഈ അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിൽ ചെല്ലുന്നത്, ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ന്യായത്തിൽ എന്തിനാ ഈ അതിന് മുഴുവൻ ഒതിയാഴ്ചണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. ഇത് ചൊല്ലിയാൽ തന്നെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടും തീരും പൊന്നേനാ. അവിടെ തന്നെ കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. നെല്ലിക്കുട്ടി ഇസ്മായിൽ മുസ്ലിയാർ നാരിയാസ്വലാത്തിനെ പറ്റി എഴുതിയത് നബിയോടുള്ള ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാസ്വലാത്ത് എന്നാണ്. നബിയോടുള്ള ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാസ്വലാത്ത്. ആ അർത്ഥത്തിലാണ് ഒരുത്തം ചെല്ലുന്നത്, ശിർക്കന്നെയാണ്. നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ നബിന്റെ ബുദ്ധിമുട്ട് തീർക്കും, നബിന്റെ പ്രശ്നം തീർക്കും, നബി ആഗ്രഹം സഫലീകൃതമാക്കും എന്ന അർത്ഥത്തിലാണോ നാരിയാസ്വലാത്ത് ചെല്ലുന്നത്, ശിർക്ക് തന്നെ. ആ അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിലെ കുമ്പൂരികൾ ചൊല്ലുന്നത്. ഒരു ഇപ്പന്നെ വ്യാഖ്യാനമൊന്നുമില്ല. പിന്നെ കുടുംബം പോലും ഒപ്പിക്കലുണ്ട്. ഇങ്ങനത്തെ വ്യാഖ്യാനം പറഞ്ഞിട്ട് ഇപ്പം നാദാപുരത്ത് ഖണ്ഡനം എന്നപ്പോ പേരോട് ഒപ്പിച്ചു. നബി മുഖേനയല്ലേ നമുക്ക് വലിയ വലിയ നിയമത്ത് കിട്ടിയത്, നബി മുഖേനയല്ലേ സ്വർഗം കിട്ടാൻ വഴിയുണ്ടായത്, നബി മുഖേനയല്ലേ നരകമോചനത്തിന് നമുക്ക് അവസരം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ അവിടെ ഒപ്പിച്ചു. പക്ഷെ ആ അർത്ഥത്തിലല്ല അവർ ചെല്ലുന്നത്. ന്യായസ്വലത്ത് എപ്പോഴാ ചെല്ലുക? അസുഖം വന്നാൽ ന്യായസ്വലത്ത് ചെല്ലും, മാന നഷ്ടപ്പെട്ടാൽ ന്യായസ്വലത്ത് ചെല്ലും, വിസ കിട്ടുന്നില്ലേ ന്യായസ്വലത്ത് ചെല്ലും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടോ ന്യായസ്വലത്ത് ചെല്ലും. അപ്പം ഇത് ചെല്ലിയാല് നബി ഇടപെടും, നബി ഇത് അറിയും, നബി ഇത് കേൾക്കും, നബി എന്റെ പ്രശ്നം തീർക്കും എന്ന് തന്നെയാണ് ഓരോ വിശ്വാസം. അതുകൊണ്ട് അവർ ചൊല്ലുന്ന നാരിയാസ്വലാത്ത് ശിർക്ക് തന്നെയാണ്. അതിൽ ലബ്ബാദാരിക്കും സംശയമില്ല, സിഖിയാസ്വലാർക്കും സംശയമില്ല, നമുക്കാർക്കും സംശയമില്ല. അതൊന്നുമല്ല, അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല. ഒരു സാധുതൊന്നും അറിയാതെ ഓനക്ക് ഖുറാഫത്തോ അല്ലതൊന്നും അറിയില്ല. ഓനിത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ, നബി മുഖേന ബുദ്ധിമുട്ട് ഒഴിവാകുന്നതാണ്. എനിക്കിപ്പോ സ്വർഗത്തുകളെ വഴി പഠിപ്പിച്ച റസൂലാണല്ലോ, ആ റസൂൽ പഠിപ്പിച്ച ദീന പ്രകാരം ജീവിച്ചതാണല്ലോ നിങ്ങൾ സ്വർഗത്തുകെത്താനുള്ള വഴിയുണ്ടായത് എന്നൊരു അർത്ഥത്തിലാണെങ്കിലോ അത് ശിർക്കില്ല എന്ന് പറയാം. എന്നാൽ ഈ സ്വലാത്ത് സൈറ്റ് ചെയ്യുമ്പോഴോ ബിദഅത്തായി മാറി. കാരണം പ്രത്യേക എണ്ണവും വണ്ണവും തീരി നിശ്ചയിച്ച് പ്രത്യേക പ്രതിഫലം ഓഫർ ചെയ്ത് ഉണ്ടാക്കി പ്രചരിപ്പിച്ച സ്പെഷ്യൽ സ്വലാത്തായതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് തന്നെ ബിദഅത്തായി മാറി. അതാണ് ലബ്ബാദാരി പറഞ്ഞത്. അദ്ദേഹത്തെ ശേഷം വിളിച്ച പലരോടും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഒരു ഫോൺ ക്ലിപ്പിന് കഷ്ണം മാത്രം മുറിച്ച് അത് പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകളെ ഭാഗത്ത് കിട്ടിയ ചോദ്യമാണ്.